ഇവിടെ ഭയങ്കര മഴ പെയ്തു കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുറേ ചപ്പുകൾ എക്സ്ട്രാ വീണ് കിടപ്പുണ്ട്. അങ്ങനെ അപ്പൊ ഇനിയിപ്പോ എല്ലാ ദിവസവും രാവിലെ ഞാനിപ്പോ മിറ്റടിക്കുന്നത്. എന്നിട്ട് ഇവിടെ ചുറ്റും നടന്ന് എക്സസൈസാ എന്നുവെച്ചാൽ നടപ്പ്, ഞാനും ഡോഗ്സും കൂടി അങ്ങനെയാണ്. അപ്പം ഇന്ന് പറ്റില്ല. ഇപ്പൊ ഞാൻ രാവിലെയാണ് എല്ലാ ദിവസവും മിറ്റടിച്ചിടുന്നത്. അപ്പൊ വൈകുന്നേരം വരെ ഇങ്ങനെ ഒത്തിരി ചപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര മനപ്രയാസം ഉണ്ടോ, നിറയെ ഇങ്ങനെ വീണ് കിടക്കുവേ. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ അങ്ങ് അടിച്ചിടും. അപ്പൊ അശ്വിന്റെ കൂടെ പഠിച്ച 3 പിള്ളേര് വന്നിട്ടുണ്ട് കേട്ടോ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ അവര് ഒന്നിച്ച് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് തന്നെയാണ് ഇപ്പോഴും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അപ്പൊ അവരെല്ലാം വന്നിട്ടുണ്ട് ഇന്ന്. പലരും പല സ്ഥലത്ത് ജോലിയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എല്ലാരും കൂടി ഇപ്പം മുകളിൽ അവർ കമ്പ്യൂട്ടർ റൂമിൽ ഇരിക്കുക കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ അപ്പം അവര് കുറച്ചു നേരം കഴിയുമ്പോൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകും. ഭയങ്കര ഹാപ്പി മൂഡ്, എല്ലാം കൂടി വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് അവിടെ എന്തൊക്കെയോ ആണ്. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ ഓരോരുത്തരും എന്തൊക്കെയാ മേടിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേഗം വേഗം പാക്ക് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്നത് 200 ഗ്രാം കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പൊ ഒന്ന് പാക്ക് ചെയ്യട്ടെ. എന്തും തുറന്നു പറയാൻ പറ്റുന്ന വിധത്തില് വളരെ അടുത്ത ഫ്രണ്ട്സ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്സ് ആണല്ലേ. അടുത്ത് നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന വയനാടൻ കറി മഞ്ഞൾ, അതുപോലെ കോഫി ക്യൂബ്സ് കേട്ടോ. ഔഷധ കാപ്പിയുടെ ½ kg ക്യൂബ്സ് ആണ് ഇത്. അപ്പൊ അത് രണ്ടും കൂടി നമുക്ക് പാക്ക് ചെയ്യാം. അശ്വിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് എനിക്ക് അശ്വിനെ പോലെ തന്നെയാണ് കേട്ടോ. ആ പിള്ളേർക്ക് ഇവിടെ ഫുൾ ഫ്രീഡം ആണ്. എനിക്കിതിന് മുൻകാല അനുഭവം ഉണ്ട് കേട്ടോ. ഇന്ന് രാത്രി ഇതുങ്ങൾ ഉറങ്ങത്തേ ഇല്ല. രാത്രി മുഴുവൻ വർത്താനവും ചിരിയും, അതിന്റെ ഇടയ്ക്ക് അടുക്കളയിൽ വന്ന് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കലും തിന്നലും ഇത് തന്നെയായിരിക്കും ഇവർ കേട്ടോ. അവർക്ക് ഇന്ന് ശിവരാത്രിയാണ്. അതുകൊണ്ട് എനിക്ക് മിലോയ്ക്കും സെയിം. മിനിഞ്ഞാന്ന് നമ്മുടെ അമൃത കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളിപ്പോ പ്രഗ്നന്റ് ആണ്. ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓർത്തു ഓക്കെ പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പൊ ഞങ്ങൾ പോയി പുറത്ത് പോയിട്ട് ഡ്രസ്സൊക്കെ എടുക്കാന്ന് ഓർത്തിട്ട് പോയി. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പൊ അവള് വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ട് ഒരു ഓട്ടോയൊക്കെ വിളിച്ചിട്ട് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞാൻ ഓർത്ത് എന്റെ യൂറിക് ആസിഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് അങ്ങ് കൊടുത്തു. അപ്പൊ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പൊ നമ്മൾ ടാബ് കഴിക്കുന്നതിന്റെ ഗുണമൊക്കെ കിട്ടിയിട്ടുണ്ട്. കാലുവേദനയൊക്കെ നന്നായിട്ട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഫുഡ് കഴിച്ചില്ല, ചായയൊക്കെ കഴിച്ച് അങ്ങനെ. പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് ഇങ്ങനെ ഫ്ലിപ്കാർട്ടും ആമസോണും മിന്ത്രയൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ ഡ്രസ്സ് എടുക്കുന്ന ഒരു ലേഡി നടത്തുന്ന ഒരു ചെറിയൊരു ബ്യൂട്ടിക്ക് ഉണ്ട് കേട്ടോ. അവിടെ നല്ല നല്ല ഡ്രസ്സുകൾ വരും. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട 3-4 ഡ്രസ്സ് കിട്ടിയിട്ട് അപ്പൊ ഞാൻ അമൃതയ്ക്ക് മേടിച്ചു കൊടുത്തു. അങ്ങനെ ഹാപ്പി ആയിട്ട് ഞങ്ങള് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ മേടിച്ച് ഭയങ്കര ഹാപ്പി അല്ലേ. എന്നിട്ട് പിന്നെ ഞങ്ങള് പുറമേന്ന് ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് അതൊക്കെ കഴിച്ച് പിന്നെ നോക്കുമ്പോൾ അവളെല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അവള് വന്നിട്ടുണ്ടെങ്കിൽ പണ്ടവള് വരുമ്പോൾ എനിക്ക് ഭയങ്കര സമ്മതമായിരുന്നു. എല്ലാ ജോലിക്കും അമൃതനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അവൾക്ക് ഒരു ഗവൺമെന്റിൽ ജോലി കിട്ടി. അങ്ങനെ താൽക്കാലിക ജോലി അങ്ങനെ കിട്ടി. പിന്നെ ഇപ്പൊ പ്രഗ്നന്റ് ആയി. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവളങ്ങ് പോയി. അതേ പിന്നെയാണ് എനിക്ക് ഹെൽപ്പിന് ആരും ഇല്ലാതെ തന്നെ ആയത്. അങ്ങനെ എന്നാലും അവൾ ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ എന്നെ കാണാന്. അങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അങ്ങനെ വരും. അപ്പൊ അവള് വരുമ്പം അവൾ എല്ലാ ജോലിക്കും കൂടും കേട്ടോ. എന്നിട്ട് അവള് വന്നിട്ട് പിന്നെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഫുള്ള് കുക്ക് ചെയ്തു. എല്ലാത്തിനും അവള് സഹായിച്ചു കൂടി. അങ്ങനെ പിന്നെ ഞങ്ങൾ പറമ്പിക്കൂടെയൊക്കെ നടന്ന് കുറെ പിന്നെ നമുക്ക് കുറെ കരിക്കൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ കരിക്കൊക്കെ ഇട്ടു, അതൊക്കെ കുടിച്ചു. പിന്നെ ഞാൻ കുറച്ചൊക്കെ കൊടുത്തു വിട്ടു. അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം കഴിഞ്ഞായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് അതങ്ങനെ. പിന്നെ ഇന്നലെ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു, ഓരോരോ കാര്യങ്ങളായിട്ട്. ഇന്നിപ്പോ നമുക്ക് കൊറിയർ എല്ലാം പാക്ക് ചെയ്തിട്ട് സൺഡേ ഇന്ന് പാക്ക് ചെയ്തിട്ട് നാളെ മൺഡേ നമുക്ക് അയക്കണം. എങ്ങനെയാണ് അപ്പം നമുക്ക് നമ്മുടെ പാക്കിങ് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത് നമ്മുടെ കസ്റ്റമർ മേടിച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ ഫേസ് വാഷ് പൗഡറുമാണ് കേട്ടോ. ഒത്തിരി നല്ല ഫേസ് വാഷ് പൗഡർ. നമ്മുടെ ഈ ഡെഡ് സ്കിന്നൊക്കെ പോയി നല്ലൊരു ഗ്ലോ ആകും മുഖത്തിന്. നല്ലതാണ്. ഒത്തിരി ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കിയേക്കണെയാണ്. കെമിക്കലി ആയിരുന്ന ഫേസ് വാഷ് എന്തൊക്കെയാണെങ്കിലും കുറെ കാലം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഒന്നാമത് ഡാർക്ക് ആയി പോകും. പിന്നെ ഒരുമാതിരി ഡ്രൈ ആയി പോകും. അങ്ങനെ പരിപരാന്നാകും. അങ്ങനെ ആ ഒരു പിന്നെ എന്താ ഒരു നാച്ചുറൽ ഫ്ലോറ ഉണ്ടല്ലോ നമ്മുടെ സ്കിന്നിന്, അതൊക്കെ പോയിട്ട് ഒരുമാതിരി ആയി പോകും. അപ്പൊ അങ്ങനെ പരിവരുത്തത് പോലെ ആയി പോകും. അങ്ങനെയാണ്. ഹണി അങ്ങനെ ഒത്തിരി മുഖത്ത് തേക്കാൻ പാടില്ല. 3 മാസം കൂടുമ്പോൾ ഒരു ദിവസം അങ്ങനെ തേക്കാവുള്ളൂ. ഹണിയിലൊക്കെ ഒത്തിരി വൈറ്റമിൻ എ ഉള്ളത് കൊണ്ട് മുഖം ഭയങ്കരമായിട്ട് അങ്ങനെ ഇരുണ്ടും പോകും. ഭയങ്കര ഹാർഡായിട്ട് ആ പരിവരുത്തത് പോലെയാവും. അതുകൊണ്ട് കുറെ പേരുണ്ട് ഹണി മുഖത്ത് തേക്കുന്നത്. അങ്ങനെ തേക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ വൈറ്റമിൻ ഇയും അങ്ങനെ മുഖത്ത് ഒരുപാട് തേക്കാൻ പാടില്ല. വൈറ്റമിൻ ഇ ഒക്കെ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് വരും. അതുകൊണ്ട് അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ മാത്രം ചെയ്യാവുള്ളൂ. മീൻസ് സേഫ് ആയിട്ടുള്ള സംഗതികൾ മാത്രമേ ചെയ്യാവുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇത്രയും ആയുർവേദ മരുന്നുകൾ ചേർത്തിട്ടുള്ള ഫേസ് വാഷ് പൗഡർ അടിപൊളിയാണ്. യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അതങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാം. മൈക്രോഫൈബറിന്റെ ചെറിയ ലെന്തിന്റെ ചവിട്ടി കുറെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ബിഗ് ലെന്ത് ഓൾറെഡി ഫുള്ള് തീർന്നായിരുന്നു. ചെറുതാണെങ്കിൽ നമുക്ക് ഇനി ഒരു 50 തന്നെ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് തന്നെ ഒരു എന്താ പറയാ ഒരു 10-45 ഇന്നലെ തന്നെ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടപ്പോ തന്നെ. അപ്പൊ ഇനി ഒരു 5-6 ബാലൻസ് ഉണ്ടാവുള്ളൂ. ആവശ്യമുള്ളവർ മേടിച്ചോളൂ. പിന്നെ ഞാൻ അടുത്ത ആഴ്ചത്തേന് കുറച്ചും കൂടി ഓർഡർ വരുമെന്ന് കേട്ടു. അത് കിട്ടുവാണെങ്കിൽ ഓക്കെ, ഞാൻ അന്നേരം വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഇവരെടുത്തിരിക്കുന്നത് ഈ തോരണം പിന്നെ ഇതൊരെണ്ണം 2 എണ്ണമാണ് ഞാൻ സെലക്ട്
ചെയ്തിട്ട് എടുത്തു വെക്കുന്നത്. പിന്നെ അവരൊരു ഷോപ്പിംഗ് ബാഗും കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് നല്ല എന്താ ഇങ്ങനത്തെ കൈപ്പിടിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, നല്ല വർക്ക് ചെയ്താണ്, കഴുകിയെടുക്കാം, ഒരിക്കലും പോത്തില്ല. ജൂട്ട് പോലെയുള്ള ആ ഒരു ക്ലോത്തിന്റെ ആണ്. അപ്പം അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുകയും ചെയ്യാം. അപ്പൊ ഞാൻ ഈ മൈക്രോ ഫൈബറും അതുപോലെ ഇതും കൂടി ഒന്ന് പാക്ക് ചെയ്യട്ടെ. അമൃത 3 ദിവസം ഞങ്ങൾ ഒന്നിച്ച് കുറെ കറി അങ്ങ് വെച്ച് വെച്ചാൽ ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിലും 3 ദിവസത്തേനൊക്കെയുള്ള കറി വെച്ച് വെക്കും. അങ്ങനെ അങ്ങ് വെച്ച് വെച്ചുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. ഇനിയിപ്പം ശരി അധികമൊന്നും കഴിക്കത്തില്ല, അവൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകാണല്ലോ, പിന്നെ രാത്രി മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ദിവസം ഒന്നും അവൻ ഇവിടെ ഒന്നും കഴിച്ചിട്ടില്ല, ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പൊ അതുകൊണ്ട് കറി കുറേ ദിവസത്തേനെ ഇരിക്കും, അതുകൊണ്ട് എനിക്ക് സമാധാനം. ആക്ച്വലി അങ്ങനെ പഴയ കറികൾ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ കൂട്ടുന്നത് ശരിയാണെന്ന് വെച്ചാൽ ശരിയല്ല, എന്നാലും പിന്നെ നമ്മൾ അതേ നിവൃത്തിയുള്ളൂ അങ്ങനെ. പക്ഷെ എന്നെ സംബന്ധിച്ച് തിരിഞ്ഞുപോയി. എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് ഭയങ്കര ആശ്വാസമാണത്. പിന്നെ ബാക്കിയുള്ള ജോലികൾക്കൊക്കെ കുറെ സമയം കിട്ടും. ചുറ്റി പാക്ക് ചെയ്യാം, എന്നാലാണ് നമുക്കത് നന്നായിട്ട് ചുറ്റിക്കെട്ടാൻ പറ്റുള്ളൂ. ഫ്രോക്ക് നൈറ്റിയുടെ കുറെ ഓർഡർ വന്നിട്ടുണ്ട്, ഒത്തിരി ഓർഡർ വരുന്നുണ്ട് ഇപ്പൊ. പിന്നെ ഈ ചൂട് കാലാവസ്ഥയല്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രോക്ക് നൈറ്റ് വേണ്ടവരും പെട്ടെന്ന് മേടിച്ചോളൂ കേട്ടോ. നമ്മുടെ കാറ്റലോഗിൽ കയറി നോക്കിയിട്ടുണ്ട്, സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വന്ന കാറ്റലോഗ് കാണാം. കാറ്റലോഗിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം കിടപ്പുണ്ട് നമ്മുടെ പ്രോഡക്റ്റിൽ കേട്ടോ. ഇങ്ങനെ വാട്സപ്പിൽ കൂടെ കുറേ പേര് ഒത്തിരി സംശയങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട്. ഞാനിപ്പോ അതെല്ലാം നോട്ട് ചെയ്തിട്ട് അത് ഞാനിങ്ങനെ ആർക്കൈവിലേക്ക് എടുത്തിടും കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയില് നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് ഓർത്തിട്ട്, കാരണം അപ്പൊ അത് പലർക്കും ഉള്ള സംശയങ്ങളായിരിക്കും, അപ്പൊ അവർക്കൊക്കെ ഉപകാരമാവുമല്ലോ. അങ്ങനെ ചോദിച്ച കുറച്ച് കാര്യങ്ങൾ അതിനുള്ള റിപ്ലൈ ഞാൻ പറയാം കേട്ടോ. അതിലൊരാൾ ചോദിച്ച കാര്യമാണ്, സ്ഥിരമായിട്ട് കുറേ കാലമായിട്ട് വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾക്ക് പല പല യൂട്യൂബ് വീഡിയോസിൽ പലതരം വിറ്റാമിൻസ് നല്ല നല്ല കാര്യങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ കേട്ടതുകൊണ്ട് കുറേ വിറ്റാമിൻ ഗുളികകൾ കഴിക്കുന്ന ഒരു കൊച്ചിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. കൊച്ചല്ല, ഒരു ലേഡിയാണ്, 10-35 വയസ്സുണ്ട്. അവരിങ്ങനെ ചോദിച്ചോട്ടോ, ഒത്തിരി വിറ്റാമിൻ ഗുളികകൾ. ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ ഒത്തിരി നാളുകളായിട്ട് സ്ഥിരമായിട്ട് വിറ്റാമിൻ ഗുളികൾ കഴിച്ചുകൊണ്ടിരിക്കുക. ഭയങ്കര അപകടമാണ് കൂട്ടുകാരെ. അങ്ങനെ വിറ്റാമിൻ ഗുളിക നമ്മൾ കണ്ടിന്യൂസ് കഴിക്കാനേ പാടില്ല. എന്തെങ്കിലും നമുക്കിപ്പോ ഒരു പ്രോബ്ലം വന്നു, ഇപ്പം ഞാൻ തന്നെ എനിക്കിപ്പോ യൂറിക് ആസിഡ്, കാലുവേദന, ഇങ്ങനെയൊക്കെ, അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഡോക്ടർ ഒരു നിശ്ചിത കാലത്തേക്ക് കുറച്ച് ടാബുകളും കാര്യങ്ങളും ഒക്കെ തരും. ഇപ്പൊ കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം അങ്ങനെ ഭയങ്കര ലെഗ് പെയിൻ ഒക്കെ പറയുമ്പോൾ കാൽഷ്യം കുറഞ്ഞിട്ടാണോ എന്ന് ഓർത്തിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ തരും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് കാൽഷ്യം ഒന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെയാണ്, ബ്ലഡ് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, ഒരുപാട് റേറ്റ് ഒന്നുമില്ല. അപ്പൊ നമുക്ക് തന്നെ ഒരു അവയർനെസ് കിട്ടും. അങ്ങനെ ഓക്കെ, ഞാനൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഏത് കാലഘട്ടത്തേനാണോ ഡോക്ടർ തരുന്നത് ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ വിറ്റാമിൻ ഗുളിക കഴിക്കാവൂ. അത് ചിലപ്പോൾ 15 ദിവസത്തേനായിരിക്കും, ചിലപ്പോൾ 1 മാസം കഴിക്കാൻ പറയും, അങ്ങനെയൊക്കെ. പിന്നെ ചിലതരം വിറ്റാമിൻസ് കഴിക്കുമ്പോൾ അതിന്റെ കൂടെ വേറൊരു ടാബും കൂടി എടുത്താൽ മാത്രമേ അത് പിന്നെ അത് ഒരു ശരിയായ ലെവലിൽ പോകത്തുള്ളൂ. ഇപ്പൊ കാൽഷ്യം ആണെങ്കിൽ കാൽഷ്യം എടുക്കുന്ന കൂടത്തിൽ നമ്മൾ മഗ്നീഷ്യം, അങ്ങനെയൊക്കെ അതിന് കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു രീതിയിലൊക്കെ തന്നെ നമുക്ക്, അല്ലാതെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും അവരും ഒക്കെ പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഗൂഗിളിലോ എവിടെയെങ്കിലും ഒക്കെ കാണുന്ന എല്ലാ കാര്യവും നമുക്ക് നല്ലതെന്ന് ഓർത്ത്, ഇപ്പം വിറ്റാമിൻസിന്റെ ഗുണങ്ങളായിരിക്കും എല്ലായിടത്തും നിങ്ങൾ വീഡിയോയിൽ കേൾക്കുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ വിറ്റാമിൻസ് ഇങ്ങനെ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാവും. ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം പാക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പറയട്ടെ കേട്ടോ. മെഡിക്കൽ ഫീൽഡിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഏത് ഡോക്ടറിനെ വേണമെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണിച്ചുകൊള്ളൂ. ശരിയാ, നിങ്ങൾ ഇങ്ങനെ ടാബുകളും പ്രോട്ടീൻ സപ്ലിമെന്റുകളും ഡോക്ടേഴ്സ് ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ നിശ്ചിത സമയത്തേക്ക് അല്ലാതെ എടുക്കാനേ പാടില്ല എന്ന് ഡോക്ടർമാർ പറയും. മിക്കവരും കണ്ടവരും കേട്ടവരും ഇടുന്ന വീഡിയോ കണ്ടിട്ട് വൈറ്റമിനിയും വൈറ്റമിൻ ഡിയും മൾട്ടി വിറ്റാമിനും പിന്നെ കുറെ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എല്ലാം മേടിച്ച് സ്ഥിരമായി കഴിച്ചുകൊണ്ടേയിരിക്കുന്നവരുണ്ട്. അടുത്ത നമ്മുടെ ഒരു കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്ന കറിമഞ്ഞളും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും പിന്നെ 2 ഗീയും പിന്നെ നമ്മുടെ റോസ്മേരി ലീവ്സ്, ഇതിങ്ങനെ തിളപ്പിച്ചിട്ട് മുടിയിലൊക്കെ സ്പ്രേ ചെയ്യാം. പിന്നെ എണ്ണയൊക്കെ കാച്ചുമ്പോൾ അതിനകത്ത് ഇടാം. അങ്ങനെ കുറെ ആവശ്യങ്ങൾക്ക് നമ്മൾ റോസ്മേരി ലീവ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ആശാലേരി, കരിഞ്ചീരകം, ഇത് വറുത്തിട്ട് ഡപ്പയിലാക്കി വെക്കണം. എന്നിട്ട് 1/4 ടീസ്പൂണൊക്കെ നമുക്ക് എടുത്ത് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ചു നേരം വെച്ചിട്ട് 10 മിനിറ്റ് കഴിച്ചിട്ട് നമുക്ക് കുടിക്കാം. കുടിച്ചിട്ട് ഇത് അടിയിലേക്ക് അടിയും, അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ വീങ്ങി വിടും. തൊട്ടത്ത് അങ്ങനെ ഒന്നിച്ചൊന്ന് കഴിച്ച് കുറച്ച് ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ചേർക്കാം. എങ്ങനെയാണെങ്കിൽ നമ്മുടെ വയറ്റിലെത്തിയാൽ മതി. ആശാലേരിയും കരിഞ്ചീരകം. അപ്പൊ അങ്ങനെ അപ്പൊ ഇത്ര സാധനമാണ് ഇതിന് മേടിച്ചേക്കണേ. പാക്ക് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. ഏത് മെഡിസിനും ഓവർഡോസ് ശരീരത്തിൽ ചെന്നാൽ അത് ടോക്സിക്, അതായത് വിഷമായി മാറും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിറ്റാമിൻ എ, ഡി, ഇ, കെ, ഫാറ്റ് സോലുബിൾ വിറ്റാമിനുകൾ ധൈര്യമായി മേടിച്ച് കഴിക്കാം, ഡോക്ടർ ചീട്ട് ഒന്നും വേണ്ട ചേച്ചി എന്ന് ഒരാളെ എനിക്ക് വാട്സപ്പിൽ കൂടി മെസ്സേജ് അഡ്വൈസ് തന്നു കേട്ടോ. അവരത് ലോങ് ടൈമായി കഴിക്കുന്നുണ്ട് പോലും. വൈറ്റമിൻ ഇ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് സ്കിൻ തിളങ്ങി നിന്നോളൂ എന്ന് സ്വയം അറിവും പങ്കുവെച്ചു എന്നോട്. നിങ്ങൾക്കറിയാമോ, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, ഇ, കെ,
ഫാറ്റ് സോലുബിൾ വിറ്റാമിൻ ആണ്, ഓക്കെ, സമ്മതിച്ചു. ഇതിൽ വിറ്റാമിൻ ഡി ഓവർഡോസ് നിങ്ങളുടെ ബോഡിയിൽ എത്തിയാൽ എന്തൊക്കെ സംഭവിക്കും എന്നുകൂടി നിങ്ങൾ അറിഞ്ഞു വെക്കണം. വൈറ്റമിൻ ഡി ശരീരത്ത് കൂടിയാൽ ആ കൂടെ ബ്ലഡിലെ കാൽഷ്യം ലെവല് കൂടി വരും. ഇതിനെ ഹൈപ്പർ കാൽഷ്യമia എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് അതികഠിനമായ ക്ഷീണം, തളർച്ച, ബോഡി പെയിൻ, എസ്പെഷ്യലി ജോയിന്റുകളിലൊക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്തൊക്കെയോ കുറവുണ്ട്, വിറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞു കാണുമെന്ന്. എന്നാൽ കൂടിയാലും ഇതേ ലക്ഷണങ്ങൾ തന്നെ കാണിക്കും. വിശപ്പില്ലായ്മയാണ് അടുത്ത ലക്ഷണം. ഒന്നും കഴിക്കാൻ തോന്നാതിരിക്കുക. ഇനി വീണ്ടും ഈ ലക്ഷണങ്ങളെ അവഗണിച്ച് നിങ്ങൾ വിറ്റാമിൻ ഡി കൂടുതൽ കഴിച്ചാൽ, ചിലർ എല്ലാ ദിവസവും കഴിക്കും, ചിലർ ആഴ്ചയിൽ 3 പ്രാവശ്യം, അങ്ങനെയൊക്കെ വീണ്ടും കൂടിയാല് കുറച്ചുകൂടി സീരിയസ് ലക്ഷണങ്ങൾ ശരീരം കാണിക്കാൻ തുടങ്ങും. ആകെ ഒരു ബ്രെയിൻ ഫോഗ്, മെന്റൽ കൺഫ്യൂഷൻ, ദേഷ്യം, ഇറിറ്റേഷൻ, ഇവയൊക്കെയാണ്. ഛർദ്ദിക്കാൻ വരിക, മലബന്ധം ഒക്കെ ഉണ്ടാകും. ഇനി വീണ്ടും ശ്രദ്ധിക്കാത്ത വൈറ്റമിൻ ഡി കഴിച്ചാൽ ഓവർഡോസ് കൊണ്ടുള്ള വലിയ ടോക്സിസിറ്റി ഉണ്ടായി ശരീരമാകെ വിറയലും പിന്നെ കോമ പോലെയുള്ള സ്റ്റേജിലേക്കും ഡെത്തിലേക്കും വരെ പോകാം. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വിറ്റാമിന് വാരി വലിച്ച് വർഷങ്ങളോളം എടുക്കരുത്. ഡോക്ടർ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സ്ഥിരമായി എടുക്കാൻ പറഞ്ഞാൽ മാത്രം, ക്യാൻസർ, കീമോ ഒക്കെ കഴിഞ്ഞവരെ പോലെ അങ്ങനെ റെയർ കേസുകളിൽ ഡോക്ടർ ചിലതരം മരുന്നുകൾ ഒരുപാട് കാലം നിർദ്ദേശിക്കും. അല്ലാത്തവർ അത്രയും അറിയുന്ന ഡോക്ടേഴ്സിനോട് ചോദിച്ചു ഉപദേശം മേടിച്ചു, അല്ലെങ്കിൽ മെഡിക്കലി അത്രയും ബന്ധമുള്ളവരുടെ ഉപദേശം കേട്ടും അവർ നിങ്ങളോട് പ്രോപ്പർ ആയിട്ട് പറയുന്ന രീതിക്ക് മാത്രം നിങ്ങൾ കഴിക്കാവുള്ളൂ. വൈറ്റമിൻ എ ഒരുപാട് നിങ്ങളുടെ ശരീരത്തിൽ എത്തിയാൽ ലിവർ ഡാമേജ് ഉണ്ടാകും, തലച്ചോറിലെ പ്രഷർ കൂടാം. ഹൈപ്പർ വിറ്റാമിനോസിസ് എ എന്ന കണ്ടീഷനിൽ അതികഠിനമായ തലവേദന ഉണ്ടാകാം, ഛർദ്ദിക്കാൻ വരിക, ഗിഡിനെസ്, അതായത് തല ചുറ്റല്, ബ്ലേഡ് വിഷന്, അതുപോലെ ഡ്രൈ ആയിട്ട് ചെതുമ്പൽ പോലെ സ്കിൻ ഇളകി പോകാം. ഇനിയുണ്ട് ലക്ഷണങ്ങൾ കേട്ടോ. വല്ലാതെ മുടി പൊഴിച്ചില്, ആകെ ഇറിറ്റബിലിറ്റി, ലിവർ ഡാമേജ് ആണ് ഏറ്റവും പ്രധാനം. പ്രഗ്നൻസിയിൽ ഓവർ വൈറ്റമിൻ എ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനിക്കുന്ന കുട്ടിക്ക് പലതരം വൈകല്യം ഉണ്ടാകാൻ വരെ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു. നല്ല ജോയിന്റ് പെയിൻ, ബോൺ പെയിൻ ഒക്കെ തോന്നാം. ഇനി സൗന്ദര്യ കൂടും, സ്കിന്ന് തിളങ്ങും എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ മേടിച്ചിട്ട് നിങ്ങൾ ഓവർ ഡോസ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാള് സ്ട്രോക്ക് വരെ വരാൻ സാധ്യതയുണ്ട്. ബ്ലീഡിംഗ് റിസ്ക് ഏറ്റവും കൂടുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഓവർ ഡോസായി കഴിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോസിയ, ഛർദ്ദിക്കാൻ വരിക, ഡയേറിയ, അതുപോലെ വയറ് കൊളുത്തിപ്പിടിക്കുക, വലിയ ക്ഷീണം, തലവേദന, മസിലൊക്കെ വീക്കായ പോലെ തോന്നുക, അതുപോലെ തല ചുറ്റിലും ഉണ്ടാകാം. ചുരുക്കി പറഞ്ഞാൽ ഒരു മരുന്ന് പോലും, അത് വിറ്റാമിൻ ഗുളിക ആയാൽ പോലും ആവശ്യമില്ലാതെ, ഡോക്ടേഴ്സ് ഓർഡർ ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം പൊട്ടിമുളയ്ക്കുന്ന ഉപദേശക്കാരുടെ അഭിപ്രായം കേട്ടിട്ടോ കഴിക്കാൻ നിൽക്കാതിരിക്കുക. അമൃതം വിഷമാകും എന്ന പോലെ അധികമായ വിറ്റാമിൻ ഗുളികകളെല്ലാം വിഷമാകും. അടുത്ത് നമ്മുടെ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് റൗണ്ട് ഷേപ്പിന്റെ ബ്രായും 36 സൈസിന്റെ, പിന്നെ ഇങ്ങനെ വയറ് കൊതുകാൻ പറ്റുന്ന വിധത്തിലുള്ള ഇതുപോലെ വലിയ എലാസ്റ്റിക്കുള്ള കോട്ടന്റെ പാന്റീസും. അപ്പൊ ഇത് രണ്ടും കൂടി പാക്കാം. പിന്നെ ഒരു കൊച്ച് സംശയം ചോദിച്ചേക്കണത് ആർട്ടിഫിഷ്യൽ നഖമാണോ എന്റെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, ഒറിജിനൽ നഖം തന്നെയാണ്. ഞാൻ നഖം നീട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നീളം വെക്കുന്ന നഖമാണ് എന്റെ. ഒത്തിരി പേര് എന്നോട് അത് ചോദിക്കാറുണ്ട് ആർട്ടിഫിഷ്യൽ നഖമാണോ കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ നിറച്ച് ക്യൂടെക്സ് ഒക്കെ ഇടാൻ, ഒരേ ഡിഫറെന്റ് കളറിൽ. പക്ഷെ റൈറ്റ് ഹാൻഡിൽ ക്യൂടെക്സ് ഇടുന്നത് ഭയങ്കര ദോഷമാണ്. അതിനെ കുറിച്ച് പറയാം. ഇതിലൊത്തിരി കെമിക്കലും പോയിസൺ ഘടകങ്ങളും ഒക്കെയാണ് ശരിക്കും ക്യൂടെക്സ് എന്ന് പറയുന്നത്. ഭക്ഷണത്തിലൂടെ ഉള്ളിൽ പോകാനേ പാടില്ലാത്ത സാധനമാണ്. ശരിക്കും മൈലാഞ്ചി ഇടുന്നതാണ് സേഫ്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന മൈലാഞ്ചി, അല്ലാത്ത മൈലാഞ്ചി, പുറമേ നിന്ന് മേടിക്കുന്ന മൈലാഞ്ചി സേഫ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതിന് കെമിക്കൽ ആഡഡ് ആണെങ്കിൽ അബോർഷൻ വരെ വരാം, അങ്ങനെയൊക്കെ. അപ്പൊ അതും നോട്ട് ചെയ്തോണം. നമ്മൾ സാധാരണ ഒരു മൈലാഞ്ചി അരച്ചിട്ടൊക്കെ നമ്മുടെ വീടുകളിലുള്ള അതാണെങ്കിൽ സേഫ് ആണ് അങ്ങനെ. പക്ഷെ ഞാനിങ്ങനെ ക്യൂടെക്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഞാൻ എപ്പോഴും സ്പൂണും കൊണ്ടൊക്കെ അധികം ഭക്ഷണം കഴിക്കും കേട്ടോ. അങ്ങനെ ശ്രദ്ധിക്കും ഞാൻ. അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം, 1-2 ദിവസം നമുക്ക് ഒരു നല്ല ഹാപ്പി മൂഡാണെങ്കിൽ ക്യൂടെക്സ് ഒക്കെ ഇടണം തോന്നും. അപ്പൊ കുറെ വീഡിയോസ് ഒക്കെ ഒന്നിച്ചെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഇത് റൈറ്റ് ഹാൻഡില് എസ്പെഷ്യലി അങ്ങ് നമ്മള് പിന്നെ എന്താ ക്യൂടെക്സ് റിമൂവർ കൊണ്ട് കളയും കേട്ടോ, അങ്ങനെയാണ്. പക്ഷെ ആർട്ടിഫിഷ്യൽ നഖമല്ല കേട്ടോ. ആർട്ടിഫിഷ്യൽ നഖം ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഡിസ്റ്റർബാ. എന്റെ നഖത്തിന് അത് ഒട്ടും ഓക്കെ അല്ല. ഭയങ്കരമായിട്ട് കുറച്ച് നഖം നമുക്ക് ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന്റെ കൂടെ ആകുമ്പോൾ രണ്ടും കൂടി ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിലും എത്ര പൈസ മുടക്കി നമ്മൾ നഖം വെച്ചാലും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ജോലി ചെയ്ത് നടക്കുന്നതല്ലേ, വെള്ളവും അത് ഇതൊക്കെ ആയിട്ട്, പാത്രം കഴുകും അതും ഇതൊക്കെ ആയിട്ട്, പിന്നെ ചെടി നടലും അതും ഇതും പാക്കിങ്ങും ഒക്കെ. അപ്പൊ അത് എല്ലാം പൊട്ടി ഇങ്ങനെ തെറിച്ചു പോകും, ഭയങ്കര നഷ്ടമായിട്ട് തോന്നും. എങ്ങനെയൊക്കെയാണ് ഇനി പുറമേ പോയിട്ട് ഞാൻ നഖം അങ്ങനെ വയ്ക്കുന്ന എന്താ അതിന്റെ ടെക്നിക്ക് എന്താന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അപ്പൊ കുറച്ചുപേര് ചോദിച്ചു ആർട്ടിഫിഷ്യൽ നഖമാണോ. ആർട്ടിഫിഷ്യൽ നഖം അല്ല കേട്ടോ, എനിക്ക് നല്ല നീളമുള്ള നഖമാണ്. അതുകൊണ്ട് ഭയങ്കര, ഞാൻ ഹോസ്പിറ്റലിൽ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ കാലത്ത് ഞങ്ങളൊക്കെ ചെന്ന്, ഇപ്പൊ ഒന്ന് നിയമപ്രകാരം നമുക്ക് നഖം വളർത്താനോ ക്യൂടെക്സ് ഇടാനോ ഒന്നും പാടില്ല കേട്ടോ, പുതിയ പോളിസിയൊക്കെ വന്ന്. ആദ്യം ഞങ്ങൾ ചെന്ന് ഇപ്പം 10-16 വർഷങ്ങൾക്ക് മുമ്പ് ചെന്നപ്പോ
നമുക്ക് ക്യൂടെക്സ് ഒക്കെ ഇടായിരുന്നു അവിടെ, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി വരണം, ആ ഒരു രീതി, ആ ഒരു പോളിസി ആയിരുന്നു കേട്ടോ. അങ്ങനെ എന്താ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്ന പരാതിയില്ല, നഖമൊക്കെ നീട്ടാൻ വളർത്താൻ ക്യൂടെക്സ് ഒക്കെ ഇടുന്നതിൽ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലുള്ളവർ മാത്രം പാടില്ല, ബാക്കി എല്ലാവർക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും ഔട്ട് സൈഡിലൊക്കെ ആയിരിക്കും ഡ്യൂട്ടി, പരിചയമാവുന്നവരെ. അപ്പൊ എനിക്ക് എമർജൻസി വാർഡിലായിരുന്നു ചെന്നപ്പോ കുറച്ചാള്, പിന്നെ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ അവർ ഇടും, എല്ലായിടവും പരിചയമാവാൻ വേണ്ടി. അങ്ങനെ അപ്പൊ എന്നെ OPD ഇട്ട സമയത്ത് അവിടെ ഒരു ലേഡി ഡോക്ടർ ഉണ്ടായിരുന്നേ. അപ്പൊ ലേഡി ഡോക്ടർ എന്നോട് കുറച്ച് ദിവസമായിട്ട് എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം ഞങ്ങൾക്ക് ഓക്കെ, ഇനിയിപ്പോ നഖമൊക്കെ നീട്ടി ക്യൂടെക്സ് ഒക്കെ ഇട്ടുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും നോക്കുന്നത്. പലവട്ടം ഞാൻ കണ്ടു കേട്ടോ, ഇങ്ങനെ കൈവരലേക്കൊക്കെ ശരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നത്. പിന്നെ ലാസ്റ്റ് പുള്ളിക്കാരി നല്ല കൂട്ടായി കുറച്ച് ദിവസം കൊണ്ട്. അത് കഴിഞ്ഞപ്പോ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ നഖമല്ല, എന്തൊരു ഭംഗിയാണ്. ഞാൻ പറഞ്ഞു അല്ല, എന്റെ ഒറിജിനൽ നഖമാണ്. അപ്പൊ ഡോക്ടർക്ക് വിശ്വസിക്കാനേ വയ്യ. എന്നിട്ട് പുള്ളിക്കാരി പിടിച്ചു നോക്കി, എന്നിട്ട് മേടിച്ചു നോക്കിയിട്ട് ശരിക്കും ഞാൻ ഒരാഴ്ച നോക്കുമായിരുന്നു. ഞാൻ ഓർത്തോണ്ടിരുന്നത് ആർട്ടിഫിഷ്യൽ ആണ്, ഓർത്ത് എന്ത് രസം, എന്തൊരു ഭാഗ്യാന്നൊക്കെ. അന്ന് കുറേയും കൂടി നമ്മൾ എങ്ങായതുകൊണ്ട് കൈയും കുറച്ചും കൂടി ചുളിവൊന്നുമില്ല, നല്ല ഭംഗിയാണ്. അപ്പൊ നന്നായിട്ട് നഖമൊക്കെ നീട്ടി നല്ല ഇതിന്റെ ഇരട്ടി നീട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പൊ നല്ല ക്യൂടെക്സ് ഒക്കെ ഇട്ടപ്പോ നല്ല ഭംഗിയുണ്ട് ആ സമയത്ത്. എന്നിട്ട് ഡോക്ടർ അങ്ങനെ ഭയങ്കര, ഡോക്ടർക്ക് തീരെ ചെറിയ നഖമാണ്. അപ്പൊ ഡോക്ടർ എനിക്കിതുപോലെ നീളൊരു നഖം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തേനെ അതില്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ ഒരു കൊച്ചു സംശയം ചോദിച്ചാണ്, ചേച്ചി എപ്പോഴും ഇങ്ങനെ ക്യൂടെക്സ് ഇട്ട് നഖം നീട്ടി വീഡിയോയിൽ കാണുമ്പോൾ അത് ആർട്ടിഫിഷ്യൽ നഖമാണോ, എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്, അതുകൊണ്ട് നമ്മളത് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ചുമ്മാ മേടിച്ച് വെച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഇത് ഒറിജിനൽ തന്നെയാണേ. അടുത്ത നമ്മുടെ 2 കസ്റ്റമർ വലിയ കുറച്ച് ഓർഡറാണ് തന്നേക്കുന്നത്. അപ്പൊ അത് മാത്രമായിട്ടൊന്ന് പാക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഈ കസ്റ്റമർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് പൊടിയൊക്കെ തട്ടുന്ന സാധനം, നല്ല യൂസ്ഫുൾ ആട്ടോ. ഇപ്പൊ ഞാനൊരു 2 വർഷങ്ങനായി ഒരെണ്ണം എടുത്തിട്ട് അത് തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഭയങ്കര നല്ലതാണ്. കഴിയും ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒട്ടും ഇങ്ങനെ, ചിലതൊക്കെ നമ്മൾ നനഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഒരു ഇതങ്ങ് പോവുമല്ലോ. ഇതങ്ങനെയല്ല, ഒരാഴ്ച ഞാൻ പൊടി തട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയി കഴുകിയിട്ട് വെയിലത്തിട്ട് ഉണക്കും. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇത് ബോട്ടിൽ ബ്രഷ് ആണ്. നമുക്ക് എത്ര വലിയ ബോട്ടിലാണെങ്കിലും ഫ്ലാസ്ക് ആണെങ്കിലും ഒക്കെ കഴുകാം. ഇത്ര നീളം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രസ്റ്റിലുമാണ്, അടിപൊളിയാണ് കേട്ടോ. അതങ്ങനെ ഇത് ഗ്ലൗസ് ആണ്. കയ്യിലിട്ടിട്ട് നമുക്ക് ടേബിളൊക്കെ ഒന്ന് തുടയ്ക്കാം. ഡെറ്റോളിലൊക്കെ മുക്കി ഡയറക്റ്റ് നമ്മുടെ കൈ മരമരമായി പോകത്തില്ലല്ലോ. അപ്പൊ ആ ഡെറ്റോളും സോപ്പ് സൊല്യൂഷനൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് തുടയ്ക്കണമെങ്കിൽ നമുക്ക് ഇത് കയ്യിൽ ഡയറക്റ്റ് ചെളിയാവത്തുമില്ല. പെട്ടെന്നൊന്നും ഉള്ളിലേക്ക് അങ്ങനെ ചെളിയ വെള്ളം ആവത്തുമില്ല. ഒരു തരം പ്ലാസ്റ്റിക് പോലെ ഉള്ളില് കട്ടിയുള്ള, പുറമെ ഈ ഒരു മൈക്രോ ഫൈബറും. അപ്പൊ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കും. അതങ്ങനെ. പിന്നെ ഇതും മൈക്രോ ഫൈബറിന്റെ തന്നെ നൈസായിട്ട് ക്ലോത്ത് റീയൂസ് ചെയ്യാട്ടോ. ഇത് കഴുകി ഉണങ്ങിയെടുക്കാം കേട്ടോ. അങ്ങനെയാണ് മുറിച്ചും എടുക്കാം. അത് അതേ തന്നെ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മുറിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും. പക്ഷെ ഇത് റീയൂസ് ചെയ്ത് എത്ര വട്ടം വേണേ, 10-20 വട്ടം ഒരു പീസ് മുറിച്ചെടുത്താൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ലെന്ത് അനുസരിച്ച് മുറിക്കാം, എന്നിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ടേബിളൊക്കെ തുടയ്ക്കാം, കിച്ചണിലൊക്കെ ഭയങ്കര ഉപകാരമാണ്. അങ്ങനെ പിന്നെ അവര് ന്യൂഡ് കളർ ലിപ് ബാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്രേ. പിന്നെ അവരെന്നോട് ആവശ്യപ്പെട്ടത് അവരുടെ വീടിന്റെ തീം തന്നെ ഒരു മഞ്ഞ, മെറൂൺ, ആ ഒരു തീമിലാ പോലും. അപ്പൊ അതേ രീതിക്കുള്ള ചവിട്ടികൾ മാക്സിമം സെലക്ട് ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ അടുത്തുള്ളതിൽ അങ്ങനത്തെ ഏകദേശം സെലക്ട് ചെയ്തു. 7 എണ്ണാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണേ കളർ ഞാൻ കാണിച്ചു തരാം. ഏകദേശമൊക്കെ അങ്ങനത്തെ 2, 3, 4, 5, 6, 7. അപ്പൊ ഒരു മഞ്ഞ മെറൂൺ ആ ഒരു കോമ്പിനേഷൻ ആണ്. ആ രീതിക്കുള്ള 7 എണ്ണം. അപ്പൊ ഇത്രയും ഞാനത് പാക്ക് ചെയ്യട്ടെ. അടുത്ത വിശേഷം കൂടി പറഞ്ഞിട്ട് ഞാൻ പാക്കിങ് കൂടാ. ഇത് നമ്മുടെ വിച്ചി സണ്ണി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, 10 എണ്ണം വലിയ മൈക്രോ ഫൈബറും 5 എണ്ണം, അങ്ങനെ 15 എണ്ണം ഒരു കസ്റ്റമർ നമ്മുടെ മേടിച്ച് ബാംഗ്ലൂരിൽ നിന്നുള്ള വിച്ചി സണ്ണി ഓൾറെഡി അത് കിട്ടിക്കഴിഞ്ഞപ്പോ അത് ഭയങ്കര ഇഷ്ടമായി അവർക്ക്. അപ്പം ഒരെണ്ണം അലക്കുമ്പോൾ വേറെ ഒരെണ്ണം വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയായിരിക്കും അവരിപ്പോ 10 എണ്ണം സ്മോൾ സൈസ് എന്നോട് ഇഷ്ടമുള്ള കളറ് നല്ല ജ്യൂസ് സെലക്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോ അന്ന് ഞാൻ ഏതൊക്കെ കളറെ വിട്ട് എന്താണെന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഞാൻ പുതിയ ബാച്ച് വന്നേല് ഏകദേശം സെലക്ട് ചെയ്തിട്ടുണ്ട് 10 എണ്ണം. അപ്പൊ അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. അത് അവര് ബാംഗ്ലൂരാണ്, നാട്ടിൽ വരുമ്പോ വരും അടുത്ത് തന്നെ. അപ്പൊ അന്നേരം അയച്ചാൽ മതി, ഇപ്പൊ പാക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓൾറെഡി അവരെനിക്ക് പേ ചെയ്തു. അങ്ങനെ അപ്പൊ ആ 10 എണ്ണം കൂടി ഞാനിപ്പോ പാക്ക് ചെയ്ത് വെക്കും. അവര് ഇനിയിപ്പം നാട്ടിൽ വന്നിട്ട് 1-2 ആഴ്ചക്കുള്ളിൽ വരുമ്പോ അന്നേരം അയച്ചു കൊടുക്കും. അങ്ങനെയാണ്. ബാംഗ്ലൂർ കേക്കിനേക്കാളും കുറേ ചാർജ് നാട്ടിൽ തന്നെയല്ലേ കുറവ്. അപ്പൊ നാട്ടിലേക്ക് എന്തായാലും കൊണ്ടുപോകാനല്ലോ അവർക്ക്. അങ്ങനെ അപ്പൊ ഇതാണ് 10 എണ്ണത്തില് ഒരെണ്ണം സെറ്റ് ചെയ്തത്. ഒരെണ്ണം അത്
2 3 4 5 6 7 8 9 10. ഞാൻ കുറേ വട്ടം എണ്ണൂട്ടോ എടുത്തോണ്ട് വരുമ്പോ തന്നെ അങ്ങനെ മിസ്റ്റേക്ക് ആയിട്ട് കുറവൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകത്തില്ല. അതുകൊണ്ട് കുറേ വട്ടം എണ്ണൂട്ടോ തെറ്റിപ്പോയി. അപ്പൊ ആ 10 സെപ്പറേറ്റ് പാക്ക് ചെയ്യണം, ഈ 7 സെപ്പറേറ്റ് പാക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് പാക്കിങ് തുടങ്ങാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ സംശയങ്ങള് പിന്നെയും പിന്നെ ഓരോരുത്തർ ചോദിച്ചിരിക്കുന്ന സംശയങ്ങള്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് അടുത്തൊരു സംശയം പറയാം. അതിന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വാട്സപ്പില് ഒരു ലേഡി എനിക്ക് വിട്ടിരിക്കുന്ന സബ്ജക്ട് പിന്നെ നാർസിസത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്നുള്ള ക്രൂരത എങ്ങനെയാണ് നമ്മളതിനെ മാനേജ് ചെയ്യാൻ, എങ്ങനെയാണ് ഓവർകം ചെയ്യാം, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ഭയങ്കര ദുഃഖത്തിനും വിഷമത്തിനും വേദനയിലൊക്കെയാണ് മാറ്റിയെടുക്കാൻ പറ്റുമോ, ഡോക്ടറെ അടുത്തൊന്നും പോരാൻ അങ്ങനെയൊന്നും സമ്മതിക്കുന്ന വ്യക്തിയല്ല. അപ്പം അല്ലാതെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം അതിനെ കുറിച്ച് എന്താ പറയാ, നമ്മൾ നാർസിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കടലോളം വലിയ സബ്ജക്റ്റ് ആണ്. കുറേ ടൈപ്പ് നാർസിസം ഉണ്ട്. അതിലേത് ടൈപ്പാന്നുള്ളത് ഒത്തിരി ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. പെട്ടെന്ന് നമുക്ക് എല്ലാവരിലും ഒരു കുറച്ച് നാർസിസം ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ ചില സമയത്ത് കുറച്ച് സെൽഫിഷ് ആണ്, ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും, ചില സമയത്ത് നമ്മൾ സങ്കടപ്പെടും, അങ്ങനെ കുറച്ചൊക്കെ ഒരു പാർഷ്യാലിറ്റി കാണിക്കും. ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഇപ്പൊ പാരന്റ്സ് ആണെങ്കിൽ നമ്മളാണെങ്കിൽ എല്ലാവരും ചുറ്റുപാടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ അപ്പൊ എല്ലാവരെയും നമുക്ക് നാർസിസ്റ്റ് ആണ്, അവര് നാർസിസ്റ്റ് ലേഡിയാണ്, അവര് നാർസിസ്റ്റ് പുരുഷനാണ് അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല കേട്ടോ. എല്ലാവരിലും കുറച്ച് നാർസിസം ഉണ്ട്. ആക്ച്വലി തീരെ കുറവ് നാർസിസം എല്ലാവരിലും വേണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഒരു കാര്യങ്ങൾക്കും. പക്ഷെ അത് കൂടിയ ലെവലിലേക്ക് ആകുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വേദനകളും വിഷമങ്ങളും ഒക്കെ ആവുന്നത്. അപ്പം നമ്മൾ ഈ ഇത്രയും ടൈപ്പ് നാർസിസം ഉള്ളതിൽ ഏത് ടൈപ്പാണ് അവര് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഓരോ ടൈപ്പിനെയും മാനേജ് ചെയ്യേണ്ട രീതിയും വേറെ വേറെയാണ്. അങ്ങനെ എന്തായാലും പൊതുവെ പറയുകയാണെങ്കിൽ നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സെൽഫിഷ് ആയിരിക്കും. സ്വന്തം കാര്യം ചിന്താബ ആ രീതിയായിരിക്കും. പക്ഷെ അവര് ഭയങ്കര സോപ്പടിയും മാനിപ്പുലേഷനും ഭയങ്കര നല്ലവരായിട്ട് ആക്ടിങ്ങും അങ്ങനെ ഇങ്ങനെയൊക്കെ, സ്ത്രീ ആണെങ്കിലും പുരുഷനാണേലും ഒക്കെ സമൂഹത്തിൽ ഭയങ്കര നല്ല ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ റിയൽ നേച്ചർ അവരുടെ കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഓക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ ഇപ്പം എന്താ പിന്നെ നാർസിസ്റ്റ് ഒരു ജസ്റ്റ് 1-2 ദിവസത്തെ ദേഷ്യപ്പെടല് അല്ലെങ്കിൽ ഒരു സെൽഫിഷ് ബിഹേവിയർ കൊണ്ട് അവര് ആ നാർസിസ്റ്റ് ആയിരിക്കും അങ്ങനെ നമുക്ക് പറയാനേ പറ്റത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറെ കാലം ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ ബിഹേവിയർ പാറ്റേൺ ആ രീതിയിലാണെങ്കിൽ അവര് എക്സ്ട്രീംലി സെൽഫിഷ് ആണ്, അല്ലെങ്കിൽ എക്സ്ട്രീംലി നിങ്ങളുടെ വേദനകളിൽ അവർക്കൊരു കാര്യം തോന്നുന്നു, അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് വേദനിച്ചാലും അവർക്ക് അതൊരു പുല്ലാണ്, ആ ഒരു രീതിയിൽ ഒക്കെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അവര് നാർസിസ്റ്റ് ആണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പിന്നെ അത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഹസ്ബൻഡ് ഡോക്ടറെ അടുത്ത് വന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു ഡോക്ടറെ പോയി കാണാം. ആക്ച്വലി ഒരു നാർസിസ്റ്റിനേക്കാൾ ഉപരി നാർസിസ്റ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യിക്കാൻ പറ്റത്തില്ല. ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മാറത്തില്ല. കാരണം അവരുടെ ബ്രെയിനില് രൂഢമൂലമായി പോയിരിക്കുന്ന ബിഹേവിയർ ആണത്. അപ്പൊ അവർക്ക് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാറില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് അവരുടെ ലൈഫിനെ ത്രട്ടൻ ചെയ്യുന്ന ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായി അവർക്ക് മാറണമെന്ന് സ്വയം തോന്നി ചേഞ്ച് ആവണം, പർപ്പസ്ഫുള്ളി ചേഞ്ച് ആവണം. അവരുടെ ക്രൂരതയൊക്കെ അവസാനിപ്പിച്ച് നന്നായിട്ട് ജീവിക്കണമെന്ന് അവർ തീരുമാനിച്ച് പിന്നെ അങ്ങനെ രീതിയിൽ ഇപ്പൊ ഭാര്യയാണെങ്കിൽ നന്നായിട്ട് ട്രീറ്റ് ചെയ്ത് സ്നേഹത്തോടെ ഇനി ബാക്കിയുള്ള കാലം ജീവിച്ചേക്കാം എന്ന് അവർ ചിന്തിക്കുവാണെങ്കിൽ പിന്നെ അത് നമ്മളായിട്ട് ശ്രമിക്കുന്നതല്ല, അവരായിട്ട് തന്നെ ശ്രമിച്ചാൽ ചിലപ്പോൾ മാറാം. അത്രേ ഉള്ളൂ. അല്ലാതെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഈ ഒരു കൂട്ടരെ മാറ്റാൻ പറ്റത്തില്ല. കാരണം അവരുടെ ബ്രെയിനും അവരുടെ ചിന്താഗതിയും അവര് വളർന്നു വന്ന സാഹചര്യങ്ങളും എല്ലാം അവരെ അങ്ങനെ ഒരു വ്യക്തിയാക്കി. അതായത് അവർക്ക് ഈ സിമ്പതി ഇല്ല, എമ്പതി ഇല്ല, ഒന്നുമില്ല, കരുണയും ദയയും ഇല്ലാത്ത ഒരു മനുഷ്യനോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ നമ്മളത് വേദനിക്കാതിരിക്കുക, വേദനിക്കും ആദ്യം കുറെ കാലം, അതിൽ നിന്ന് രക്ഷപ്പെടുക, നമ്മുടേതായ ജീവിതം നമ്മുടേതായ രീതിയിലുള്ള സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. എന്നാലും നമ്മുടെ പഴയ ഓർമ്മകളും കാര്യങ്ങളും നമ്മൾ അനുഭവിച്ച ക്രൂരതകളൊക്കെ ഇങ്ങനെ എന്താ ഒരു മുറിവ് വന്ന വടുക്കളായിട്ട് കിടക്കും പോലെ കുറെയൊക്കെ കിടക്കും. ചിലരെ സംബന്ധിച്ചത് കുറേ മാഞ്ഞു പോകും, മറന്നു പോകും. അത് ഓരോരുത്തരുടെ നേച്ചർ പോലെ ഇരിക്കും. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് എന്തൊക്കെ ദുഃഖം ഉണ്ടായാലും
എനിക്കതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ശക്തിയും ഉണ്ട്. ആ സമയത്തൊക്കെ ഞാൻ കുറെ കരയും, വിഷമിക്കും, ദുഃഖിക്കും, പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷെ എന്നാലും ഞാനത് പെട്ടെന്ന് റിക്കവർ ആകും. അങ്ങനെയാണ്, പെട്ടെന്ന് റിക്കവർ ആയിട്ട് എനിക്ക് പിന്നെ അത് പോട്ടെ പുല്ലെന്നാകും. പിന്നെ എനിക്ക് മുന്നിലുള്ള പല പല സംഗതികളിൽ എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കുന്ന മനസ്സാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എന്റെയൊക്കെ റിക്കവറി ഭയങ്കര സൂണായിരിക്കും. പിന്നെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് ആ മുറിവ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്ന് വിഷമിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. ഞാൻ മുന്നിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയും എനർജിയും നമ്മുടെ ഡ്രീംസും ഒക്കെ കൊടുക്കുന്നുണ്ട്. പഴയ കാര്യങ്ങൾ പെട്ടെന്ന് എന്റെ ബ്രെയിനിൽ നിന്ന് മാഞ്ഞു പോകും. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചെടുക്കണം. പിന്നെ വിഷമിക്കണമെങ്കിൽ, വേദനിക്കണമെങ്കിൽ അങ്ങനെ ശ്രമിക്കാതെ ഇരുന്നാൽ മതി. അങ്ങനെ പിന്നെ ചില സമയത്ത് കുറച്ച് നാളത്തേനൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തേട്ടി വരും, നമ്മൾ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ഒക്കെ. എന്നാലും അതിന് വേദനയൊന്നും ഉണ്ടാവത്തില്ല. അതിന്റെ ഡെപ്ത് കുറഞ്ഞിപ്പോ നമുക്ക് മറ്റൊരാളോട് പറയാനുള്ള ഒരു ഓർമ്മകളും കാര്യങ്ങളും അതിൽ നിന്നൊരു നമ്മൾ ഉൾക്കൊണ്ട പാഠം, നമ്മൾ പഠിച്ച വേദനകള്, നമ്മൾ ഓവർകം ചെയ്ത രീതി, അതൊക്കെ പറയാനുള്ള മെമ്മറി മാത്രമാകും അങ്ങനെ. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ലൈഫ് ലോങ് ഡിപ്രഷനിൽ പോകുന്നവരുണ്ട്, ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്, പിന്നെ അവരുടെ ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ പോയി. നാർസിസ്റ്റിന്റെ കൂടെ നിൽക്കുന്നവരുടെ സൗന്ദര്യ ആരോഗ്യം മൊത്തം പോകും. പിന്നെ അവരുടെ എന്താ പറയാ ബ്രെയിൻ കപ്പാസിറ്റിയും ബ്രെയിൻ ഫോഗ് ഒക്കെ പിടിച്ച് അവർക്ക് ഒരു എനർജി ഇല്ലാതെ ലൈഫിനോട് നിരാശയൊക്കെ ആയിട്ട് അങ്ങനെയാണ് യൂഷ്വലി 99%. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക വേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ആദ്യം തന്നെ. എന്താണ് നാർസിസം, നമ്മുടെ കൂടെയുള്ള ഒരാൾ നാർസിസ്റ്റ് ആണോ, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം, ഈ കാര്യങ്ങളെല്ലാം ഒത്തിരി നല്ല ഡോക്ടേഴ്സും അറിവുള്ളവരും അനുഭവിച്ചവരും ഇപ്പൊ നമ്മളെ പോലെ അനുഭവിച്ചവര് പറയുമ്പോൾ അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവനവന്റെ കാര്യം, അവനവന്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ. ഇപ്പം ഒരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ഫുൾഫിൽ ആവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. വൈഫ് ഉണ്ടെങ്കിൽ ജീവിതം ഫുൾഫിൽ ആവുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും. നല്ലൊരു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം എക്സ്ട്രാ ഹാപ്പി ആയിരിക്കും. അത് നമ്മൾ സത്യം, അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം സത്യസന്ധയായ ലോയലൊക്കെ ആയ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അവരുടെ ജീവിതം ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരാള് ഭയങ്കര ക്രൂരതയാണ്, നാർസിസ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും പാവങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈ ജന്മം നമ്മൾ ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ള നമ്മുടെ വിധിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒത്തിരി സിമ്പതി എമ്പതി ഉള്ളവർക്ക് പെട്ടെന്ന് ഇവര് ദുഷ്ടരാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കുറെ സമയം എടുക്കും. കാരണം നമ്മൾ അവരുടെ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. അപ്പൊ നമ്മളെല്ലാം ഓക്കെ ആയിരിക്കും. എല്ലാവരും ചിന്തിക്കുന്ന ഫാമിലി ലൈഫ് നന്നായിട്ട് പോകുന്നവർക്കല്ലേ നമ്മളെല്ലാം ഒരു വിവാഹ ബന്ധത്തിലേക്ക് പോണേ. അല്ലാതെ നമ്മൾ നശിച്ചു പോകണമെന്ന് ഓർത്തിട്ടല്ലല്ലോ. കുറേ നമ്മൾ ഒബ്സർവ് ചെയ്യും, കുറെ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തോന്നി നമ്മൾ അങ്ങനെ ആ ഒരു മാരേജിലൊക്കെ പോകുന്നേ. അത് കഴിഞ്ഞ് മാരേജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തെടുക്കുന്നത്. അതുവരെ ലവ് ബോംബിംഗ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലവരായിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല ഇവർ നല്ലവരായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെയൊക്കെ പിന്നെയാണ് നമ്മൾ പെട്ടുപോയെന്ന് മനസ്സിലാവുന്നതും. പിന്നെ അവരുടെ ക്രൂരതയൊക്കെ അനുഭവിച്ച് ഒരു പരിധി കഴിയുമ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടും, റിയാക്ട് ചെയ്യാവുന്നവരൊക്കെ റിയാക്ട് ചെയ്യും. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ആദ്യ കാലം മുതലേ റിയാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ എന്താ പറയാ, റിയാക്ട് ചെയ്യാതെ ഇരിക്കത്തില്ല. അപ്പൊ അതിന്റെ മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അഹങ്കാരിയാണ്, തന്റേടിയാണ്, അതാണ് ഇതാണ്, പിന്നെ പൊസസീവാണ്, പിന്നെ സംശയരോഗിയാണ്, അങ്ങനെ എല്ലാ തരത്തിലും നമുക്ക് എല്ലാ പേരും നമുക്ക് വന്നു ചേരും. അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതുകൊണ്ടുള്ള റിസൾട്ടാണ് അങ്ങനെ. പക്ഷെ അടിമകളെയാണ് ഇവർക്ക് വേണ്ടത്. അങ്ങനെ അടിമയാവാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ ചോര നീരാക്കി ജോലി ചെയ്ത് അങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്തും സഹായം കൊടുത്തും അവരെ സ്നേഹിച്ചും വിശ്വസ്തതയായിട്ട് നിന്നിട്ട് പിന്നെ നമ്മൾ ചവിട്ടി അരയ്ക്കുമ്പോൾ നമുക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. പക്ഷെ റിയാക്ട് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കുറെ ലേഡീസ് ഉണ്ട്. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്. എനിക്ക് എന്റേതായ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ട്, എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്റേതായ നാക്കിന് നല്ല നീളമുണ്ട്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയാം. മീൻസ് നമ്മൾ പൊട്ടിയെന്നല്ലല്ലോ, നമ്മൾ ഒരു പരിധിയിൽ സഹിക്കുന്നതിന് അത് കഴിയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യും. അങ്ങനെയാണ്. പോട്ടെ പുല്ലെന്ന് ഓർക്കും. അങ്ങനെയാണ്. ആ ഒരു രീതിയിലേക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകൾ ഇപ്പം മക്കളുണ്ട്, അവരെ പഠിപ്പിക്കണം, നമ്മുടെ ഫുഡ് കാര്യങ്ങള്, എനിക്ക് എത്രയോ മെസ്സേജ് ഓരോ ലേഡീസിന്റെ വരുന്നതെന്നറിയാം. അവർ അനുഭവിച്ച് കിടക്കുന്നത്. കാരണം ഇയാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം
നമുക്ക് ഡ്രസ്സ് മേടിക്കണമെങ്കിലും ഫുഡ് മേടിക്കണമെങ്കിലും മക്കളെ പഠിപ്പിക്കണം അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ നമുക്ക് പുറമേ പോയി ഒരു ജോലി കിട്ടാനുള്ള അവസരങ്ങളില്ല, അല്ലെങ്കിൽ മാറി നിൽക്കാൻ പേടിയാണ്, ഒറ്റയ്ക്ക് ഒരു വീടോ കാര്യങ്ങളോ ഒന്നുമില്ല, വാടകയ്ക്ക് അങ്ങനത്തെയൊക്കെ കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അടിമയായിട്ട് നിന്ന് പോവുക, ചവിട്ടും കുത്തും തൊഴിയും കൊണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പീഡനം, മാനസിക പീഡനം, ടോർച്ചറിങ്ങും ആയിട്ട് നമ്മൾ നിന്ന് പോവുക എന്നുള്ളത് മാത്രമേ പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളൂ കുറെ സ്ത്രീകൾക്ക്. അങ്ങനെ എല്ലാവർക്കും സാഹചര്യങ്ങൾ വ്യത്യാസമാണല്ലോ. അങ്ങനെ പിന്നെ സ്ട്രോങ് ആയിരിക്കത്തില്ല കുറെ പേര്. ഇവരുടെ പീഡനം ഏറ്റായിട്ട് തന്നെ അവര് പകുതി മരിച്ചതിന് തുല്യമായിരിക്കും. എത്ര മെസ്സേജ് എനിക്ക് വരുന്നതെന്നറിയോ, സങ്കടം തോന്നും ചില കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും. അങ്ങനെയൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ച് എന്റെ ലൈഫിലുണ്ടായ എല്ലാ കാര്യത്തിനും ഞാൻ ആദ്യം മുതലേ റിയാക്ട് ചെയ്യും. പിന്നെ ഞാൻ ഒത്തിരി ക്ഷമിക്കുന്നതുകൊണ്ടാണ് കുറെ കാലങ്ങൾ ഇങ്ങനെ പോകുന്നത്. ക്ഷമിച്ച് ശരിയാവും പോട്ടെ എന്ന് ഓർത്തിട്ട് അങ്ങനെ. പിന്നെ എനിക്കിപ്പം ആരുടെയും കയ്യിൽ നിന്ന് എനിക്കിപ്പോ പൈസ മേടിച്ചിട്ട് എനിക്ക് ഫുഡ് കഴിക്കേണ്ട ആരും തരത്തില്ല, അത് വേറെ കാര്യം. ഈ പറഞ്ഞ ആരും നമുക്ക് ഒരു 20 രൂപയുടെ കോഫി പോലും മേടിച്ചു തരത്തില്ല. നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിലും വഴക്ക് കൊടുത്തേ ഉള്ളൂ, നിന്റെ കയ്യിൽ നിന്ന് കൊടുത്താൽ മതി എന്ന് പറയത്തേ ഉള്ളൂ. ആ രീതിയിലാണ് എന്നെയൊക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കങ്ങനത്തെ ഫിനാൻഷ്യൽ നമുക്ക് ചോദിച്ചാൽ തരത്തുമില്ല, കിട്ടത്തുമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല, പിന്നെ ഞാൻ ചോദിക്കത്തുമില്ല. ആ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെല്ലാം പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ചിന്തിക്കുക, എന്നേലും കാണിക്കട്ടെ എന്നുള്ള മട്ടിൽ അങ്ങനെ കിടക്കും. അങ്ങനെയാണ് കുറെ സമയം പോണേ. എന്നാലും ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് മാനസികാഘാതം കൂടി വരുമ്പോൾ നമുക്ക് ഒന്നിനും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. കുറ്റം പറച്ചില് കേട്ട് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കും എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ആവുമ്പോ എന്തൊക്കെ ചെയ്താലും നന്ദിയില്ല, നമസ്കാരവും ഇല്ല. ആ കൂടെ നമ്മളെ ടോർച്ചർ ചെയ്ത് കുറ്റം പറഞ്ഞ് അങ്ങനെ പിന്നെ നമുക്ക് ഹെൽപ്പ് ഒന്നും ചെയ്യാതെ, അതായത് നമ്മള് ചോര നീരാക്കി പണിയെടുക്കണം. ഇതിന്റെ എല്ലാ ഫ്രൂട്ടും ഇതിന്റെ എല്ലാം ഫ്രൂട്ട് ആവുമ്പം അത് കഴിക്കാൻ ഒരു കൂട്ടര് ആ ഒരു രീതിയിലേക്ക് ആവുമ്പോൾ നമുക്ക് തന്നെ മനസ്സുമെടുക്കുക. ആ ഒരു സമയത്താണ് നമ്മൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മളോട് ഭയങ്കര ചതി, വഞ്ചന, ഒരു ലോയലും അല്ലാതെ ഫാമിലി ലൈഫിലൊക്കെ നിൽക്കുന്നു എന്ന് കണ്ടു കഴിയുമ്പോൾ ആർക്കാണെങ്കിലും പിന്നെ സഹിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മള് വിശ്വസിക്കുന്ന, നമ്മള് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഭർത്താവ് മറ്റൊരു സ്ത്രീയുടെ കൈയും പിടിച്ച് ഉള്ള മാളുകളിലേക്കൊക്കെ കയറി ഇറങ്ങി നടക്കുന്നു, സിനിമ കാണുന്നു, ഫുഡ് കഴിക്കുന്നു, നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുമ്പോ പിന്നെ അവർക്ക് പിന്നെ ഓപ്ഷൻ ഇല്ല. പിന്നെ ആ വേദനയൊക്കെ താങ്ങി നിൽക്കുന്നതിന് അർത്ഥമില്ല. ആ ഒരു രീതിയില് ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് എല്ലാം ബ്ലോക്ക് ചെയ്യുക, വേറെ വാട്സപ്പ് ഉണ്ടാക്കുക, അതില് ഭാര്യനെ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുക, എന്നിട്ട് ഭയങ്കര ലേഡീസിനോടൊക്കെ കൊഞ്ചിക്കുഴഞ്ഞ സംസാരിക്കുക. ഇതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊക്കെ സംശയരോഗി എന്നുള്ള മട്ടിലേക്ക് ആക്കുക. ഫ്രീഡം വേണം, ഫീമെയിൽ ഫ്രണ്ട്സ് വേണം എന്ന് വാശി പിടിക്കുക. ഈ രീതിയിലേക്കൊക്കെ ആകുമ്പോൾ ഏത് ഭാര്യയ്ക്കും പിന്നെ അതിൽ നിന്നിട്ട് കാര്യമില്ല. അതൊന്നും സഹിക്കാനുള്ള, ഇതൊക്കെ സഹിക്കുന്ന എന്തിനാ അങ്ങനെ ചിന്തിക്കും നമ്മൾ. ആ രീതിയിലേക്കൊക്കെ വരുമ്പോഴാണ് മിക്ക ഭാര്യമാരും ആ ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് അവരെ ബ്ലോക്ക് ചെയ്ത് ഉപേക്ഷിച്ച് നമ്മളായിട്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് മാറിക്കൊടുക്കുന്നത്. എന്ത് വേണേ ചെയ്തോട്ടെ, 10 സ്ത്രീകളുടെ കൂടെ പോയി കിടന്ന് അവരുടെ ഒക്കെ മണം അടിച്ച് അവരോടൊക്കെ സെക്സ് ചെയ്ത് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് എല്ലാരെയും പൊക്കിക്കൊണ്ട് നടന്ന് അങ്ങനെ ജീവിച്ചോട്ടെ അവര് നമ്മൾ ചിന്തിക്കും. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചേക്കാം നമ്മൾ വിചാരിക്കും. കാരണം നമ്മൾ ഒത്തിരി കുറവുകൾ അവർ കാണുന്നതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പല സ്ത്രീകളുടെ പുറകെ പോകുന്നതും പലതരം ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതും. എല്ലാവരിൽ നിന്ന് അവർക്ക് വാലിഡേഷൻ വേണം. ഒരു സ്ത്രീയിൽ നിന്ന് ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല അവർക്ക്. അപ്പൊ എല്ലാവരെയും അവർ പൊക്കിക്കൊണ്ട് നടക്കണം. പിന്നെ എല്ലാവരെയും അവർ മാനിപ്പുലേറ്റ് ചെയ്ത് പൈസയും സെക്സും ഇത് രണ്ടുമാണ് അവർക്ക് വേണ്ടത്. പിന്നെ അവര് ഭയങ്കര നല്ല കക്ഷികളാണെന്ന് എല്ലാവരും ഇങ്ങനെ അപ്രിസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കണം, വാലിഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. ഇത് മൂന്നും ഇല്ലാതെ അവർക്ക് കിടന്ന ഉറക്കം വരത്തില്ല. അങ്ങനെയുള്ളവര് നമുക്ക് ഒരു പരിധിക്കുള്ള നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിക്കുമ്പോഴാണ് മിക്ക സ്ത്രീകളും ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി നമ്മുടെ പാട് നോക്കി നമ്മൾ പോകുന്നത്. പിന്നെയുള്ള ജീവിതങ്ങൾ സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ, ഭർത്താവില്ല എന്നല്ലേ ഉള്ളൂ, നമുക്ക് ബാക്കിയുള്ള ജീവിതം സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ എന്ന് സ്ത്രീകൾ ചിന്തിക്കും. അവിടെ നമുക്ക് നഷ്ടം ഉണ്ടാവും, ഓക്കെ. പക്ഷെ നഷ്ടം ഉണ്ടെങ്കിലും ഒരു വശത്ത് നമുക്ക് ലാഭം തന്നെയാണ്. കാരണം ഒത്തിരി അവരെ കെയർ ചെയ്ത് നമ്മുടെ എനർജിയും നമ്മുടെ പൈസയും സമയവും പോകത്തില്ല, പ്ലസ് നമ്മുടെ മാനസികാരോഗ്യം പോകത്തില്ല. ഈ ഒരു ട്രോമയിൽ നിന്ന്, നാർസിസ്റ്റിക് അബ്യൂസിൽ നമ്മൾ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഇറങ്ങി വരുന്ന സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവർക്ക് പിന്നെ കിട്ടുന്ന സന്തോഷത്തിന് അതിരില്ല. അവരുടെ സൗന്ദര്യം കൂടും, ആരോഗ്യം കൂടും, അവരുടെ ആത്മവിശ്വാസം കൂടും, എന്തിനെ നേരിടാനുള്ള കരുത്ത് അവർക്കുണ്ടാകും. പിന്നെ ഒരു ഭാഗത്ത് അവർ ഭയങ്കര സ്വസ്ഥമായിരിക്കും പിന്നീട് അവരുടെ ജീവിതം. കാരണം അത്രയും ട്രോമയെന്ന് മാറി കഴിയുമ്പോൾ പിന്നെ അവർക്ക് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആദ്യത്തെ ആ ഒരു ട്രോമ ബോണ്ടിങ്ങും ആ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും പിന്നെ അവരുടെ ജീവിതം. അങ്ങനെ അപ്പൊ ആ ഒരു രീതിയിലേക്ക് നോക്കുമ്പോ
പിന്നെ ഈ പറഞ്ഞ 3-4 ടൈപ്പ് നാർസിസം അതിലേതാണ് ഇപ്പം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഏത് ടൈപ്പിലുള്ള ആളാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി എടുത്തിട്ട് അതിനെ മാനേജ് ചെയ്യേണ്ട രീതികളാണ്. ബേസിക് ആയിട്ട് ഇവര് സ്വാർത്ഥരായിരിക്കും, ഇവര് ക്രൂരതയാണ് ഇവരുടെ അടിസ്ഥാന ഘടകം. അപ്പൊ നമ്മൾ അതിനെ നിന്ന് കൊടുക്കാതിരിക്കാതാണ്. ഇവർക്ക് നമ്മുടെ വേദനകളിൽ ഒരു തരം ഡോപാമിൻ ഹിറ്റ് കിട്ടുവാണ് ചെയ്യുന്നത്. ഒരു പൂച്ച എലിയെ കളിപ്പിക്കുമ്പോൾ പൂച്ചയ്ക്ക് കിട്ടുന്ന ഒരു ഹരം ഉണ്ടല്ലോ, അതുപോലെയാണ് നമ്മൾ കരയുമ്പോൾ അവർക്ക് ഒരു തരം ഒരു പ്രഷർ കിട്ടുകയാണ്. നമ്മൾ വിഷമിക്കുന്നു എന്ന് അറിയുമ്പോൾ, നമ്മൾ തകരുന്നു എന്ന് അറിയുമ്പോൾ അങ്ങനെ. ഇപ്പം ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു നാർസിസ്റ്റ് ഹസ്ബൻഡ് ഇപ്പൊ അയാൾക്ക് മറ്റൊരു എല്ലാവർക്കും ഒരു 4 എണ്ണമെങ്കിലും ഉണ്ടാകും. ഇവര് 4 സപ്ലൈനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടാവും, ക്യൂവിൽ നിർത്തിയിട്ടുണ്ടാവും. ഒന്ന് കഴിഞ്ഞാൽ ഭാര്യനെ വിട്ടുപോയാൽ ഉടനെ തന്നെ ഇവർക്ക് സെക്സും മാനിപ്പുലേഷനും അതോ വാലിഡേഷനും ഇല്ലാതെ പറ്റത്തില്ല. ഭയങ്കര സെക്സ് അഡിക്റ്റ് ആയിരിക്കും ഇവര്. അപ്പൊ ഇവരൊരു പല സ്ത്രീകളോട് കൂടെ, എന്നാൽ ഇവർക്ക് സെക്ഷൽ കപ്പാസിറ്റി ഒന്നും ഉണ്ടാവത്തില്ല. അതില്ലാത്തതുകൊണ്ടാണ് ഒരു റിയൽ പുരുഷൻ ഒരു സ്ത്രീയിൽ ഒതുങ്ങും. ഇത് അങ്ങനെ ഇല്ലാത്തവരാണ് ഈ പല സ്ത്രീകളുടെ പുറകെ പോകുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇവര് പല സ്ത്രീകളുടെ കൂടെ പോകുന്ന കൂടാതെ ഈ ഭാര്യനെ ചതിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇവര് അടുത്തൊരു സപ്ലൈനെ കിട്ടുമ്പോൾ ഇവരുടെ വിചാരം അക്കരെ പച്ച, പെട്ടെന്ന് ഒരു എല്ലാം ഭയങ്കര വർണ്ണശബളമായിട്ട് ഇവർക്ക് തോന്നും. അപ്പൊ ഇവര് ഭാര്യനെ അനാവശ്യമായിട്ട് സംശയരോഗി, കുറ്റം പറച്ചില്, എല്ലാത്തിനും നെഗറ്റീവ്, പിന്നെ സൈലന്റ് ട്രീറ്റ്മെന്റ്, വിളിച്ചെടുക്കത്തില്ല, വരത്തില്ല, ഹെൽപ്പ് ചെയ്യത്തില്ല, അതുപോലെ എന്ത് അസുഖം വന്നാലും നമ്മളെ ട്രീറ്റ് ചെയ്യത്തില്ല, പൈസ ഒന്നും കൊടുക്കത്തില്ല, അങ്ങനെ എല്ലാത്തിനും കുറ്റം. നിന്നെ എനിക്ക് വേണ്ട, നിന്നെക്കാളും നല്ലൊരു വൈഫിനെ എനിക്ക് കിട്ടും എന്നുള്ള കംപ്ലൈന്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവര് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ സപ്ലൈന്റ് എടുത്തോട്ട് പോയേക്കാം, ഒരു ഡിവോഴ്സ് എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഒരുത്തിനെ ഉപേക്ഷിച്ച് കളയാം, ഭാര്യനെ ഉപേക്ഷിച്ച് കളയാം, അല്ലെങ്കിൽ കാമുകിനെ ഉപേക്ഷിച്ച് കളയാന്നൊക്കെ, എസ്പെഷ്യലി ഭാര്യനെ ഉപേക്ഷിച്ച് കളയാന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഇവര് എല്ലാ വൃത്തികേടുകളും ഇവർ ചെയ്യും. അപ്പൊ ഇവര് ഈ ഭാര്യയുടെ വേദനകളും വിഷമങ്ങളും കാണുമ്പോൾ ഇവർക്ക് ഒരു തരം ഡോപാമിൻ ഹിറ്റ് കിട്ടുവാണ്. അങ്ങനെയൊക്കെയുള്ള മനുഷ്യരെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും? അതുകൊണ്ടാണ് പറയുന്നത്, നാർസിസ്റ്റുകളെ നമുക്ക് ഈ ജീവിതകാലത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മള് ഇവര് വേദനിപ്പിക്കുമ്പോൾ വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം മൈൻഡ് ചെയ്യരുത്. അതാണ് ആദ്യം മുതലേ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾക്കെല്ലാം പറ്റുന്ന കാര്യം നമ്മൾ ഇതിനെല്ലാം ആദ്യം റിയാക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ തന്നെ കരയും, വിഷമിക്കും, വേദനിക്കും. പക്ഷെ നമ്മൾ പ്രതികരിക്കും, എന്നിട്ട് കരയും, ആ ഒരു രീതിയിലേക്ക്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവർക്ക് അവസരങ്ങൾ കൊടുക്കരുത്. ഇവരിപ്പോ നമ്മൾ കുറെ കുറ്റപ്പെടുത്തുമ്പോൾ, ആണോ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഓക്കെ, അങ്ങനെ ആയിരിക്കും, ഞാനെന്തായാലും അങ്ങനെയൊന്നും അല്ല, അങ്ങനെ രീതിയിൽ അല്ല. നമ്മൾ അവര് കുറ്റം പറയണ കേട്ടോണ്ടിരുന്ന് കരയുമ്പോ അവർക്കൊരു പ്രത്യേക പ്ലഷർ കിട്ടുന്നുണ്ട്. പിന്നെ അവർക്ക് മാക്സിമം നമ്മൾ അവൈലബിൾ ആകാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദൂരെ താമസിക്കുന്നവരാണെങ്കിൽ ഓവർ ഫോൺ വിളിക്കാനും പോകണ്ട, ഓവർ പോയി ഓമ്പാലിക്കാനും പോകണ്ട, ഒന്നിനും പോകണ്ട. ആ ഹായ് ബൈയിൽ നിർത്തിയേക്കുക. ആ ഒരു രീതിയിൽ നിർത്തുവാണെങ്കിൽ ശല്യം ഒഴിഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. നമുക്കുള്ള പീഡനം കുറഞ്ഞു കിട്ടും, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഇതുങ്ങളെയൊന്നും കൂടെ കൂട്ടിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ആദ്യമേ മനസ്സിലാക്കുക. സമാധാനം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല. പിന്നെ പേരിന് എന്താ വെറുതെ ഒരു ഭർത്താവ് എന്നൊക്കെ പറയും പോലെ കൊണ്ടു നടക്കാന്ന് മാത്രം. നമ്മൾ ചെലവൊക്കെ എടുത്ത് നമ്മൾ നല്ലവനാണെന്ന് എല്ലാരെയും ബോധ്യപ്പെടുത്തി കൊണ്ടു നടക്കാന്ന് മാത്രം. സമൂഹത്തിൽ നമുക്കൊരു ഹസ്ബൻഡ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ കാണിക്കാൻ വേണ്ടി, അതിലൊരു കാര്യമില്ല. അതിന്റെ അപ്പുറം നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മുഴുവൻ വേദനയും വിഷമമുള്ള, രാത്രി മുഴുവൻ നമ്മൾ കരയുമായിരിക്കും. പിറ്റേ ദിവസം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെറുതെ ചിരിക്കണം. അതിലും ഭേദം ഈ ശല്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപയോഗിച്ചിരിക്കുക. നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറഞ്ഞേക്കുക സത്യസന്ധമായിട്ട്. ഈ ഒത്തിരി ഒളിച്ചു വെക്കുമ്പോഴാണ് സത്യം നമ്മളെ സ്വതന്ത്രരാക്കുമെന്ന് കേട്ടിട്ടില്ലേ? സത്യം പറഞ്ഞേക്കുക. നമ്മളോട് ചോദിക്കുന്നവരോട് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളും നമ്മൾ റിയാക്ട് ചെയ്ത രീതികളും പറഞ്ഞേക്കുക. അപ്പൊ ആ രീതിക്ക് ഇനി നമുക്ക് കുറെ ചിത്തപ്പേര് അവര് തരുവാണ്. തന്റേടിയാണ്, അഹങ്കാരിയാണ്, സംശയരോഗിയാണ്, പിന്നെ കാശ് തരാത്തവളാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തേക്കുക. ഓക്കെ, ഞാൻ ഇതൊക്കെയാണ്, ഒരു പരിധി കൂടുതൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞേക്കുക. അവരെന്ത് വേണേ നമ്മൾ പറഞ്ഞു നടത്തോട്ടെ. ഈ നാർസിസ്റ്റുകളുടെ എല്ലാ ഫാമിലിയിലും 1-2 എണ്ണം ഇങ്ങനെ ഉണ്ടാവും. മോസ്റ്റ്ലി അമ്മയും പെങ്ങന്മാരും ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അവര് ഫാമിലി ഫോക്കസ് ഒന്നിച്ചു കൂടിയിട്ട് ഈ നാർസിസ്റ്റിനെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മളെ കുറിച്ച് ഈ ലോകത്ത് എല്ലാവരോടും കുറ്റം പറഞ്ഞു നടക്കും. അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു സ്ത്രീ പറഞ്ഞുണ്ടാക്കിയത്, പിന്നെ ജോളിയെ പോലെ ഈ ഭാര്യ ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലും, ഭർത്താവിന്റെ പാരന്റ്സിനെയും വിഷം കൊടുത്തു കൊല്ലും. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ അവളുടെ അടുത്ത് പോയി നിൽക്കല്, അവളെ ഉപേക്ഷിച്ച് കളയും. പിന്നെ പ്രാർത്ഥനയിലൊക്കെ തെളിഞ്ഞു എന്ന് വരെ പറഞ്ഞുണ്ടാക്കുന്ന സ്ത്രീകളുണ്ട്. പ്രാർത്ഥനയൊക്കെ തെളിഞ്ഞു അവള് ജോളിയാണ്, വിഷം കൊടുത്തു കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ
അത്രയും വിഷമായിരിക്കും ഇവരുടെ ഫാമിലി തന്നെ ഒന്നോ രണ്ടോ എണ്ണം. അപ്പൊ അവര് പറയുന്നതൊക്കെ അതേപോലെ ഏറാം മൊഴി കേൾക്കുന്ന ഒരാളായിരിക്കും ഈ നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഹസ്ബൻഡ്. ആ രീതിയിലൊക്കെ ആവുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. അവരെ ഒന്നും ഇവരുടെ ഒന്നും നല്ല വാക്ക് കേട്ടിട്ടോ നമ്മളതാണെന്ന് അല്ലെന്ന് തെളിയിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ആരും നോക്കി പോയേക്കാം. ആ രീതിയിലേക്ക് എടുത്തു കഴിയുകയാണെങ്കിൽ സമാധാനം ഉണ്ടാവും. ആദ്യമൊക്കെ നല്ല പ്രയാസമായിരിക്കും. ശരിയാണ്, ഈ നാർസിസിസ്റ്റ് ട്രോമ എന്ന് പറയുന്ന അതിന്റെ അങ്ങേയറ്റമായിരിക്കും. ടോക്സിക് റിലേഷനിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അനുഭവിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നമ്മൾ അനുഭവിക്കും. കണ്ണീരും കൈയുമായിട്ട് കുറെ വർഷങ്ങളും എനർജിയും പണവും മനസ്സമാധാനവും ഒക്കെ നമ്മുടെ പോകും. പക്ഷെ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് റിക്കവർ ആയി പോരാൻ പറ്റും. എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. എല്ലാ വിഷമങ്ങളും മാഞ്ഞു പോകും. നമുക്ക് നമ്മുടെ ആ ഒരു നെർവസ് സിസ്റ്റം ഒക്കെ സമാധാനപൂർവമായ ഒരു അവസ്ഥയിലേക്ക് വരും. അതിനു മുന്നേ നമ്മുടെ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് എന്ന് പറയും. അതായത് ഇങ്ങനെ വിഭ്രഞ്ചിച്ച് പേടിച്ച് വിറച്ച് ഇനി അടുത്തത് ഇനി എന്തായിരിക്കും ഇയാൾ പറയാൻ പോണേ, ഇനി എന്ത് കുറ്റമായിരിക്കും പറയാൻ പോണേ, ഇനി എന്തിനായിരിക്കും എന്നെ കുറ്റപ്പെടുത്താൻ പോണേ എന്നുള്ള വെപ്രാളത്തിലായിരിക്കും നമ്മളിങ്ങനെ. ഇങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിനും നമ്മുടെ മനസ്സും. നമ്മളിങ്ങനെ വിറയായിരിക്കും നമ്മുടെ മനസ്സിലൊക്കെ. ഒരു തരം പാനിക് അറ്റാക്കിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാം ഈ ശല്യങ്ങളൊക്കെ പോയി അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ച് ഇതുങ്ങളെ വേണ്ടാന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം കുറച്ച് നാൾ കൊണ്ട് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിയുമ്പോൾ കുറച്ച് നാളും കൊണ്ട് നമ്മൾ ഭയങ്കര കാം ഡൗൺ ആവും. അങ്ങനെ കാം ഡൗൺ ആയിട്ട് അന്നേരമാണ് നമുക്ക് ഈ ലോകം എന്ത് സുന്ദരമാണ്, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതി എന്ത് സുന്ദരമാണ്, നമ്മുടെ ലൈഫ് എന്തൊരു പ്രഷ്യസ് ആണ്, എന്തൊരു സമാധാനമാണെന്ന് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഉള്ളതെല്ലാം പോസിറ്റീവ് ആയിരിക്കും നമുക്ക്. അപ്പൊ ആ രീതിയിലേക്കൊക്കെ നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ടൈപ്പ് ഉണ്ട്. ഈ അലവലാദികളുടെ ഒക്കെ നേച്ചറും വേറെ വേറെ ആയിരിക്കും. പൊതു സ്വഭാവമാണ് സെൽഫിഷും ക്രൂരതയിൽ എൻജോയ് ചെയ്യുന്നതും. അപ്പം ഇത് പൊതു സ്വഭാവം. ബാക്കിയെല്ലാം ഇവർക്ക് വ്യത്യാസിച്ച് ചിലതുങ്ങൾ ഭയങ്കര ദേഷ്യവും അലർച്ചയും ബഹളവും അയൽക്കാരെ എല്ലാം കേൾപ്പിക്കുക. അതായത് വഴക്ക് കൂടി ബഹളം വെച്ച് എല്ലാരും അറിയിക്കുകയല്ല അങ്ങനെ. അപ്പൊ ഈ നമുക്ക് നാണക്കേടാവൂല, അപ്പൊ നമുക്ക് ഭയങ്കര വിഷമാവൂലേ. അപ്പൊ നാട്ടുകാരും അറിയും ഇവൾ വഴക്കാളിയാന്ന്. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രമാണ്. ഏത് സ്ത്രീയാണെങ്കിലും കുറെ കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യുമല്ലോ. അപ്പം അത് അവരുടെ ഒരു തന്ത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവര് ചെയ്യാത്ത ക്രൂരത ഇനി ഒന്നും ഉണ്ടാവത്തില്ല. ആ രീതിയിൽ അതുങ്ങളുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാണ്. ആ രീതിയിൽ പിന്നെ കോവേർട്ട് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത് അതിന് വേറെ ഒരു തൊട്ട് താഴെയുള്ള സാധനം. അങ്ങനെ കുറെ ടൈപ്പുകൾ. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഒരു ദിവസം മൊത്തം നമുക്ക് മീഡിയ ആയിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കിയെടുക്കുക. ഏതായാലും ഇതുങ്ങൾ ഫ്രോഡുകളാണ്. അപ്പൊ ഈ ഫ്രോഡുകളിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ ശരീരത്തിനെയും മനസ്സിനെ നമ്മൾ രക്ഷിച്ചോണ്ട് വരിക. അത് നമ്മുടെ ഉത്തരവാദിത്തം. അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് സമാധാനം കിട്ടും. പിന്നെ ഇത് അനുഭവിക്കുന്ന ഒത്തിരി ലേഡീസ് ഉണ്ട്. സത്യസന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ചുപേരോട് ഇത് പറയുക. അപ്പൊ തന്നെ നമുക്ക് കുറെ ആശ്വാസം കിട്ടും. പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല സൈക്കോളജിസ്റ്റ് സൈക്യാട്രിസ്റ്റുകളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ട് ഇപ്പൊ ഈസി മാർഗം അതാ. ഇപ്പോ ഡയറക്റ്റ് പോയി കോൺടാക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ ഓൺലൈനിൽ കൂടെ തന്നെ ഒത്തിരി പേര് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ആരെയൊക്കെ അങ്ങനെ നമ്പേഴ്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ കണ്ട് മനസ്സിലാക്കിയെടുത്തോളം നല്ല കുറെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും പിന്നെ ഇങ്ങനത്തെ പഠിച്ചിട്ട് ഫാമിലി കോച്ചിങ് ചെയ്യുന്നവരും ഉണ്ട്. അവരുടെയൊക്കെ നമ്പർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ തരാം. അപ്പൊ ആ രീതിയിൽ അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക. നമ്മുടെ ജീവിതം നമ്മൾ രക്ഷിച്ചോണ്ട് പോവുക, സ്വന്തം രക്ഷിച്ചോണ്ട് വരിക. അത് മാത്രമേ ഈ ഫ്രോഡുകളുടെ ഫാമിലിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പിന്നെയുള്ള ജീവിതം ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, സമാധാനത്തോടെ ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഇവര് സ്വയം മനസ്സിലാക്കി ഇവര് ചേഞ്ച് ആവണം. അത് 90% ഒക്കെ ഉണ്ടാവുള്ളൂ. അതുങ്ങൾക്ക് എന്ന് വെച്ചാൽ ഭാര്യനെ വിട്ടു കഴിഞ്ഞാൽ ഒരു 3-4 പെണ്ണുങ്ങളെ അവരിങ്ങനെ ക്യൂ നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ അവരിങ്ങനെ ഇതുങ്ങളുടെ പുറകെ പോയി സെക്സ് നടത്തി അല്ലെങ്കിൽ അവരുടെ പുറകെ ഇങ്ങനെ കറങ്ങി നടന്ന് അവരുടെ പൈസ മേടിച്ചെടുത്ത് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് ഇവർക്ക് ഭാര്യയുടെ ദുഃഖമോ വേദനയോ ഒന്നും ഒരു പ്രശ്നമല്ല. പ്ലസ് ഇവർക്ക് തിരിച്ചു വരണം, നല്ലവനായി ജീവിക്കണം, ഭാര്യനെ കെയർ ചെയ്യണം, ഇങ്ങനെയൊന്നും തോന്നൂല. കാരണം വേറെ ക്യൂ ഉണ്ടല്ലോ. പിന്നെ ഇവര് സമൂഹത്തെ ഭയങ്കര നല്ലവരായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഒന്ന് പോയാൽ ഒന്ന് ഇങ്ങനെ ലേഡീസിനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇവര് പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ഭാര്യനെ നന്നായിട്ട് കെയർ ചെയ്യണം, സ്നേഹിക്കണം, എനിക്ക് നല്ല ജീവിതം വേണം. ഇവരുടെ നോട്ടത്തിൽ നല്ല ജീവിതം എന്ന് പറയുന്ന പല സ്ത്രീകളുടെ കൂടെയുള്ള സെക്സും പലരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നതും എല്ലാവരും പൈസ അടിച്ചു മാറ്റി എടുക്കുന്നതും എന്നിട്ട് ഭയങ്കര നല്ലവനാണെന്ന് ആക്ട് ചെയ്ത് ജീവിച്ച് മരിക്കുന്നതാണ്. പിന്നെ ഇവർക്ക് ദൈവവിശ്വാസമേ ഉണ്ടാവത്തില്ല. ഇപ്പം നമ്മളൊക്കെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒത്തിരി ക്രൂരത ഒരാളോട് ചെയ്യാൻ തോന്നില്ല. നമുക്ക് കർമ്മം വരും, ദൈവം ശിക്ഷിക്കും, പ്രകൃതി ശിക്ഷിക്കും,
കർമ്മദോഷം കിട്ടും, പിന്നെ എന്നാ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു ചിന്തയെങ്കിലും നമുക്കുണ്ടാവും. ഈ ചിന്ത ദൈവത്തെ വിശ്വാസമില്ല, പ്രകൃതിയെ വിശ്വാസമില്ല, കർമ്മദോഷത്തെ വിശ്വാസമില്ല. ഇങ്ങനെയൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരാൾ പക്ക ക്രൂരനല്ലേ. അപ്പൊ അവർക്ക് ഈ പേടിയൊന്നുമില്ല, എന്ത് ക്രൂരത ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും. അങ്ങനെയുള്ള ഒരാള് ഏതറ്റം വരെയും ക്രൂരത ചെയ്യും. അതുകൊണ്ട് തന്നെ അവര് ഒന്ന് കഴിഞ്ഞ് ഒന്ന് മറ്റു ലേഡീസിനെ പിടിച്ച് അങ്ങനെ അവർ പോകും. ഒന്നെങ്കിൽ അവർക്ക് സെക്ഷൽ ഡിസീസ് പിടിക്കും, അല്ലെങ്കിൽ ഇവർക്ക് കുറെ കഴിയുമ്പോൾ ഇവരെ ആർക്കും വേണ്ടാതെയാകും. അപ്പൊ ഇവർ എഴിഞ്ഞും വലിഞ്ഞും ഒരു പരിധി കഴിഞ്ഞ് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് നോക്കിയോളൂ. നാർസിസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പാരന്റ്സിലോ അല്ലെങ്കിൽ പാരന്റ്സിലോ അല്ലെങ്കിൽ അയൽക്കാരിലോ ഒക്കെ നോക്കിയോളൂ. എല്ലാ നാർസിസ്റ്റുകളും അവസാനം ഇണ്ണ വരച്ച് എഴഞ്ഞ് ആർക്കും വേണ്ടാതെ ഒരു പരിധി വരെ അവർ ഭയങ്കര എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് ജീവിക്കുക. അത് കഴിയുമ്പോൾ ആർക്കും ഇവരെ വേണ്ടാതെയാവും. കാരണം എല്ലാവർക്കും ഇവര് മനസ്സിലാവും കുറെ കഴിയുമ്പോൾ. ഇത്രേ ഫ്രോഡുകളെ ഇങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് വിട്ടു പോകും. ആദ്യം ഭാര്യ വിട്ടുപോകും, അത് കഴിയുമ്പോൾ അവരുടെ മക്കളും ബാക്കിയുള്ള ബന്ധുക്കളും ഈ ചുമന്നുകൊണ്ട് നടക്കുന്ന അമ്മയും പെങ്ങളും വരെ വിട്ടുപോകും, അപ്പനും ഒക്കെ വിട്ടുപോകും. ഇവരെ എന്നുവെച്ചാൽ മടുക്കും ഇവരെ. അത് കഴിയുമ്പോൾ ഇവര് എഴയാൻ തുടങ്ങും. ഒരു പ്രായം കഴിയുമ്പോൾ ഒരു 19 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ എനർജിയും കുറയും, എല്ലാം കുറയും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ എഴയാൻ തുടങ്ങും. എഴഞ്ഞ് പിന്നെ ഇവരുടെ അവസാന കാലം എല്ലാ സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും പറയുന്നു ഇവരുടെ അവസാന കാലം ദുരിതപൂർണ്ണമായിരിക്കുന്നു. ചെയ്തു കൂട്ടിയ പാവങ്ങളും എല്ലാമായിട്ട് പിന്നെ ഇവരെ ആർക്കും വേണ്ട. ഇവർക്ക് എപ്പോഴും സംശയരോഗമായിരിക്കും. ആരും ഇവർക്ക് വിശ്വാസം ഉണ്ടാകും, ആരും വിശ്വാസമില്ല. അങ്ങനെ വരുമ്പോ നമുക്കൊരു ബേസിക് ആയിട്ട് കുറച്ചു പേരെ നമുക്ക് വിശ്വാസവും സ്നേഹവും നമുക്ക് കെയർ കിട്ടണം, നമ്മൾ കെയർ കൊടുക്കണം. ഇതെല്ലാം സ്വാർത്ഥത ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്കത് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത്. മറ്റുള്ളവർക്ക് നമ്മൾ സ്നേഹിക്കാനും കെയർ ചെയ്യാനും തോന്നുന്നതും. ഇത് ഭയങ്കര സെൽഫിഷ് ആണെന്ന് കുറച്ചായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ആരും കെയറും കൊടുക്കത്തില്ല, സ്നേഹവും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. പിന്നെ ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മൊത്തം പോകും. കാരണം ഇവർ ചെയ്തു കൂട്ടിയ കുറെ പാവങ്ങളുണ്ട്. എല്ലാവരും ചതിച്ച് വഞ്ചിച്ച് മറ്റുള്ളവരുടെ പണത്തിൽ കുറെ കാലം ജീവിച്ച് എന്നിട്ട് അവര് ദ്രോഹിച്ചായിരിക്കും ഇവരിങ്ങനെ ഇത് നല്ല പ്രായത്തിൽ കഴിയാം. അപ്പൊ ഇവർക്ക് എൻഡിൽ ഇവരുടെ ഫിനാൻസ് മൊത്തം പോകും. അങ്ങനെയാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. ഇവര് എഴയും, രോഗം. പിന്നെ ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് റിയൽ ആയിട്ട് കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും പറയുന്നു നമ്മുടെ അനുഭവങ്ങളും നമ്മൾ കണ്ടത് അവർക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ഭയങ്കര മഹാരോഗങ്ങളും ദുരിതങ്ങളും പിടിക്കും. രോഗമാണ് ഈ കർമ്മദോഷമായിട്ട് ഇവർക്ക് വരാനിരിക്കുന്ന ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ത്രീയുടെ കണ്ണീര് വീണാ പിന്നെ ആ കുടുംബവും മുടിയും, അതുപോലെ തന്നെ അവർക്ക് രൂപം പിടിക്കും, അവരെ വേദനിപ്പിച്ചവരെ. അപ്പൊ ആ രീതിക്കൊക്കെ ഇവര് എൻഡിലെത്തുമ്പോ ഒരു പരിധി കഴിയുമ്പോ എൻഡൊന്നും എത്തണ്ട, അതിനു മുമ്പ് തന്നെ ഒരു 10-60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് 50 വയസ്സ് മുതലൊക്കെ തുടങ്ങും. ഇവർക്ക് രോഗമായി, ദുരിതമായി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ പോയി ഇവരെ പിന്നെ ആർക്കും വേണ്ട ആ രീതിയിലേക്ക് ആകും. അപ്പോഴാണ് ഇവർക്ക് ഒരു ചിന്ത കയറി തുടങ്ങുക, നമ്മൾ ചെയ്ത് അത്ര ശരിയായില്ല, എന്നാലും ഇവര് നിർത്തത്തില്ല. അതാണ് സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത്. എന്നാലും ഇവര് വീണ്ടും പുതിയ ഇരേനെ പിടിക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പഴയതിലേക്ക് ഇവര് തിരിച്ചു പോകത്തില്ല. വിട്ടു ഇവരങ്ങനെയാണ്, ഫ്രോഡുകളാണ്. അത് കഴിഞ്ഞ് പുതിയ ഇരകളെ എങ്ങനെയും വീഴ്ചയെടുക്കാൻ പറ്റുമെന്ന് ഓർത്ത് നടക്കും. അങ്ങനെ ഇവര് ഒന്നെങ്കിൽ സെക്ഷൽ ഡിസീസ് പിടിച്ച്, അല്ലെങ്കിൽ ഇവരെ ഹെൽത്ത് പോയി. പിന്നെ ഇവർക്ക് ഈ മാനിപ്പുലേഷന് വേണ്ടി ഇവർ ഒത്തിരി എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ബ്രെയിൻ മുഴുവൻ ഫോഗായി, ഓർമ്മശക്തി കുറഞ്ഞ്, ഇവർക്ക് നെർവസ് സിസ്റ്റം ഒക്കെ തളർന്ന്. കാരണം ഇവർക്ക് എല്ലാരെയും മാനിപ്പുലേറ്റ് ചെയ്യണം, ഇവർക്ക് എല്ലാവരിൽ നിന്ന് വാലിഡേഷൻ കിട്ടാൻ വേണ്ടി ഒത്തിരി ഇവര് ബ്രെയിൻ കൊണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവര് തന്നെ തളരും, മടുക്കും ഇവര് തന്നെ. അങ്ങനെയൊക്കെയാണ് ഇവരുടെ എൻഡ്. എഴഞ്ഞും വലിഞ്ഞും ആർക്കും വേണ്ടാതെ വെറും ഒരു ഇതായിട്ട് ഇവര് പുഴുത്തങ്ങ് മരിക്കും. അങ്ങനെയാണ് ഇവര്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് ഇങ്ങനെ എന്താ പറയാ രക്ഷിച്ചോണ്ട് പോവുക, രക്ഷപ്പെടുക. നാർസിസ്റ്റിന്റെ കൂടെ നമ്മുടെ വിധി അങ്ങനെ ആയിപ്പോയി. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ട് നമുക്കുള്ള സന്തോഷം ഉള്ളത് കൊണ്ട് ഓണം പോലെയൊക്കെ സന്തോഷിച്ച് ജീവിക്കാൻ നോക്കാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ കൊച്ചിനുള്ള ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് ആ കൊച്ചിനെ ഏത് ടൈപ്പാണ് എന്താണെന്നൊക്കെ ആ കൊച്ച് പഠിച്ച് അത് കഴിഞ്ഞിട്ട് ആ കൊച്ചിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ആ കൊച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി സ്വന്തം ജീവിതം നമ്മൾ തന്നെ രക്ഷിക്കാനുള്ളൂ എന്ന് ഓർത്തിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക. ഞാൻ ആ കൊച്ചിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ കൊച്ചിന് അനുഭവത്തിൽ വരുമ്പോ ആ രീതിയിലേക്ക് നല്ല എഡ്യൂക്കേഷനുള്ള നല്ല കൊച്ചാണ്. പക്ഷെ പിന്നെ ക്രൂരത എന്ന് വെച്ചാൽ അങ്ങേയറ്റം ക്രൂരത. എല്ലാത്തിനും പൈസ അവള് മുടക്കണം, ആ രീതിയിൽ തന്നെയാ. ഞാനൊക്കെ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുവാണ് അതൊക്കെ ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. നമ്മൾ ഈ ഫ്രോഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഓരോ പൈസ കൊടുത്ത് പിന്നെ നമ്മൾ ദുഃഖിക്കും. അതേപോലെയാണ്, ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്. നമ്മൾ ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോരുകയെന്നേ ഉള്ളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവര് എല്ലാം യൂസ് ചെയ്തിട്ട് യൂസ് ആൻഡ് ത്രോ ആണ് ഇവരുടെ പിന്നെ മോട്ടീവ്
നെഗറ്റീവ് തന്നെ ആ രീതിക്ക്. പിന്നെ അടുത്തവരെ അവർ പിടിക്കും, അടുത്തവരെ യൂസ് ചെയ്യും, പിന്നെ അവരെയും ത്രോ, പിന്നെ അടുത്ത ഇങ്ങനെ ഇവരുടെ ലൈഫേ ഇങ്ങനെയാണ്. പക്ഷെ ഇവര് പുറമെ ഭയങ്കര മാന്യരായിട്ട് ആക്ട് ചെയ്യും, ഭയങ്കര കൗൺസിലിങ്ങും മോട്ടിവേഷനും ഭയങ്കര പെരുമാറ്റത്തിൽ ഭയങ്കര നല്ലവനായിട്ട് ആക്ട് ചെയ്ത് ആ രീതിയിൽ ഇവരിങ്ങനെ. പക്ഷെ എല്ലാവർക്കും കുറെ കഴിയുമ്പോൾ മനസ്സിലാവും ഇവർ ഫ്രോഡുകളാണ്, ആ രീതിയിലൊക്കെയാണ്. അപ്പൊ ആ രീതിയിൽ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് നാർസിസ്റ്റിക് അബ്യൂസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി കണ്ടിന്യൂ ചെയ്യാം. ആകെ ഒരു കുഞ്ഞു ജീവിതം, എത്ര ഒരു ഇപ്പം എന്റെയൊക്കെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുവാണെ, ഒരു 50 വയസ്സ് വരെയൊക്കെ നമ്മൾ നന്നായിട്ട് പിന്നെ ഓടും. അത് കഴിയുമ്പോൾ പെട്രോളൊക്കെ കുറഞ്ഞ പോലെയാവും നമ്മുടെ അവസ്ഥ. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ എനർജിയും കാര്യങ്ങളും ഒക്കെ കുറച്ച് കുറഞ്ഞു വരും. ഹോർമോണിന്റെ കാര്യങ്ങൾ ആണായാലും പെണ്ണായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ആക്ച്വലി നമ്മൾ റെസ്റ്റ് ഒക്കെ തുടങ്ങേണ്ട സമയമാകും. എന്നാലും നമ്മൾ എക്സസൈസും ജോലിയും ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഹാപ്പിനെസ്സിനും ഒക്കെ. പിന്നെ നമ്മളിങ്ങനെ സമാധാനത്തോടെ ജീവിക്കേണ്ട സമയമാണ്. നമുക്ക് ഈ ജീവിതത്തിൽ കിട്ടിയ ഒരു നല്ല സമയം ഏകദേശം കഴിഞ്ഞു. ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും, 50 വയസ്സ് വരെ നമുക്ക് പറ്റുന്ന അത്രയും നമ്മൾ ജോലി ചെയ്തു, സമ്പാദിച്ചു. അത് കഴിയുമ്പോൾ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചൊക്കെ റെസ്റ്റ് എടുത്ത് സമാധാനത്തോടെ എല്ലാ ദിവസവും രാവിലെ വറി ഇല്ലാതെ നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു സമയമാണ് വരുന്നത്. ആ സമയം ആ രീതിയിലാണ് നമ്മൾ എൻജോയ് ചെയ്യേണ്ടത്. അപ്പം ഭയങ്കര സ്വാർത്ഥതയും ഇതൊന്നും ഇല്ലാതെ നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ കെയർ ചെയ്ത് സ്നേഹിച്ച്, പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ചെടികളും പൂക്കളും പെറ്റ്സും മനുഷ്യരും അവരിലൊക്കെ നമ്മൾ നന്മയൊക്കെ കണ്ടെത്തി, എല്ലാത്തിലും ഒരു പ്ലസ് ഒക്കെ കണ്ടെത്തി, നമുക്ക് ഈ തന്ന ഒരു ലൈഫ് എന്നും നമ്മൾ നന്ദി പറഞ്ഞ് ഭയങ്കര ഭാഗ്യമില്ലേ നമുക്ക്. ഇപ്പം പ്രഗ്നന്റ് ആവുന്ന ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, കണ്ടില്ലേ, അതേപോലെ ഇത്രയും ലക്ഷക്കണക്കിന് പിന്നെ ഇങ്ങനത്തെ സ്പേം പോകുന്നതിൽ ഏറ്റവും ആക്റ്റീവായിട്ട് നമ്മൾ അന്ന് ഓടി ചെന്നത് കൊണ്ടാണ് നമ്മളെന്ന് പറയുന്ന ഈ ജീവന്റെ ആ ഒരു സ്പേം അത്രയും സ്പീഡിൽ ചെന്നത് കൊണ്ടാണ്, അത്ര ആക്റ്റീവായിട്ട് ചെന്നത് കൊണ്ടാണ് പിന്നെ അതേപോലെയാണ് നമ്മൾ ഉണ്ടായത്. ആ ഒരു സമയത്ത് അങ്ങനെ ഉണ്ടായത്. അപ്പൊ നോക്കിക്കേ, ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഒപ്പം ഒത്തിരി. അപ്പൊ നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയാം, അവരെ നമ്മുടെ സഹോദരനും സഹോദരികളും ആയിരുന്നു. എത്രയോ പേര് നമ്മുടെ പുറകിൽ ഇങ്ങനെ ഇല്ലാതെ ആയിപ്പോയി അല്ലെ. അപ്പൊ നമ്മളാണ് അതില് ജയിച്ചത്. അപ്പൊ നമുക്ക് എന്തൊരു പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫാ കിട്ടിയേക്കുന്നത്. ആ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അതായത് ലക്ഷക്കണക്കിന് നമ്മുടെ സഹോദരങ്ങൾ പുറകില് മാഞ്ഞുപോയി, പിന്നെ ഇല്ലാതെയായിപ്പോയി, മരിച്ചുപോയി എന്നാണ് പറയാം. ആ രീതിക്ക് അതിൽ നമ്മൾ രക്ഷപ്പെട്ട് നമ്മളിങ്ങനെ ജീവനായിട്ട് പിറന്ന് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് എത്തിയത്. അപ്പൊ നമ്മൾ എന്തൊരു പ്രഷ്യസ് ആയിട്ടുള്ള ലൈഫ് കിട്ടിയത്. അപ്പൊ അതിന് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ റെസ്റ്റ് എടുക്കേണ്ട സമയം, അതായത് മെന്റലി എങ്കിലും നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട സമയം. ഫിസിക്കലി നമുക്ക് ജോലിയൊക്കെ ചെയ്യാം, എക്സസൈസ് ഒക്കെ ചെയ്യാം, പിന്നെ സന്തോഷിക്കേണ്ട സമയം. കാരണം ഇനി നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ചിലപ്പോൾ 60 വയസ്സായിരിക്കാം, ചിലപ്പോൾ 65 വയസ്സ്, 70 വയസ്സ്, ഒരു 80 വയസ്സിൽ കൂടുതലൊന്നും ഇപ്പൊ വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടില്ല. 80 വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയാ, പിന്നെ ഉള്ള സമയം നമ്മൾ ഇരുന്നും കിടന്നും ഒക്കെ റെസ്റ്റ് എടുക്കേണ്ട സമയത്തിലേക്ക് പോകും. അപ്പൊ നോക്കിക്കേ, പിന്നെ ഉള്ളൊരു 50 വയസ്സ് മുതൽ ഇപ്പൊ ഒരു 65-70 വയസ്സ് വരെയൊക്കെ നമുക്കൊരു ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ. 80 വയസ്സ് കൂട്ടിക്കോ. അപ്പൊ ആ 30 കൊല്ലം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കേണ്ട സമയം. ഇനി 30 കൊല്ലം കൂടി നമുക്ക് ഉള്ളൂ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം അല്ലെ. ആ 30 കൊല്ലം നമ്മൾ സമാധാനമായിട്ട്, പിന്നെ തീർന്നു, ഈ ജന്മം തീർന്നു. അപ്പൊ നമ്മൾ ആ 30 കൊല്ലം സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കുറെ വഴക്ക് കൂടിയിട്ടോ പിണങ്ങിയിട്ടോ, നമ്മൾ കുറെ വെട്ടിപ്പിടിക്കാൻ പോയിട്ടോ, കുറെ പേര് ചതിച്ചിട്ടോ ഒന്നും നമ്മൾ നേടാനില്ല. എന്തായാലും എൻഡിൽ നമ്മൾ മരിക്കും, അവരും മരിക്കും. ഈ ചതിക്കുന്നവരും മരിക്കും, ഫ്രോഡായിട്ട് ജീവിക്കുന്നവരും മരിക്കും, നമ്മളും മരിക്കും. അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ സമാധാനമായിട്ട് അങ്ങ് കൊണ്ടുപോകുന്നതല്ലേ ബെറ്റർ. ഇനിയിപ്പോ ഒരു പുനർജന്മം ഉണ്ടെങ്കിൽ അല്ലെ കർമ്മം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഇല്ലാത്ത ബാധ്യതയൊക്കെ വരുത്തി വെക്കുന്നേ. അപ്പൊ അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പൊ നമ്മൾ സമാധാനമായിട്ട് അങ്ങ് മുന്നോട്ട് പോകും, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടി പാക്ക് ചെയ്തിട്ട് പിന്നെ ചോറിനാൻ പോകും. ചോറുണ്ടിട്ട് പിന്നെ നമുക്ക് പാക്ക് ചെയ്യാം. ഇതേപോലെ ഒത്തിരി സംശയങ്ങൾ കുറെ പേര് ചോദിക്കാറുണ്ട് കേട്ടോ, ഫിസിക്കൽ ലൈഫിനെ കുറിച്ചും സെക്ഷൽ ലൈഫിനെ കുറിച്ചും അങ്ങനെ അല്ലാതെ ചില സിക്കുകളെ കുറിച്ചും ഒക്കെ. അപ്പൊ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഒരു മെഡിക്കൽ ഫീൽഡിലുള്ള എന്റെ അറിവ് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഞാനതൊക്കെ നോട്ട് ചെയ്തിടാറുണ്ട്. ഓരോരോ ദിവസം വീഡിയോയിൽ നമുക്കത് ഉൾപ്പെടുത്താം.
ഇത് ഞാൻ കൊണ്ടുപോയി മാറ്റി വെക്കും. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അവർ അഡ്രസ്സ് വന്നു കഴിയുമ്പോൾ നാട്ടിൽ അയക്കാനുള്ള ഇത് നമുക്ക് ചാക്കിലേക്ക് തന്നെ മാറ്റും. ഇനിയിപ്പോൾ ഞാൻ ചോറിനിട്ടേക്ക് അന്നിട്ട് വിശക്കുന്നുണ്ട്. കുളിക്കാൻ വെള്ളം ഇടും, എന്നിട്ട് ചോറും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ കുറച്ച് ഷോർട്ട് വീഡിയോസും ഒക്കെ എടുത്തു. അപ്പൊ അതിൽ ഞാൻ 1-2 റീൽസ് എടുത്തു. അതിന്റെ ഹാഫ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ ഡ്രസ്സ് മാറ്റിയിട്ട് ഇടാനുണ്ട്. അപ്പൊ ആ ഡ്രസ്സ് എടുത്തിട്ട് ഷോർട്ട് വീഡിയോ എടുക്കും, റീൽ എടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റീൽസ് ഒക്കെ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പൊ അതെടുക്കും ചോറിട്ടിട്ട് എന്നിട്ട് കുളിക്കും. അപ്പൊ അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ പാക്ക് ചെയ്യും. അപ്പൊ പാക്ക് ചെയ്യുമ്പോൾ പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇനി 1-2 ടേബിളിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇനി കുറച്ച് ചെറിയ സാധനങ്ങൾ ഗീ ഒക്കെ ഉണ്ട്. അങ്ങനെ ഗീ, കസ്തൂരി മഞ്ഞൾ, അങ്ങനത്തെ സാധാരണ പോലത്തെ ഈ വലിയ സാധനങ്ങളില്ല. അപ്പം അതെല്ലാം പാക്ക് ചെയ്യും. പറ്റി ഞാൻ ഷൂട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മളിവിടെ നിർത്തും. റീൽസ് ഒക്കെ എടുത്ത് ചൊറക്കുണ്ട് കുളിച്ച് പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ജസ്റ്റ് ഹാളും ഇവിടെയൊക്കെ എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് അങ്ങനത്തെ സമാധാനമായിട്ട് കിടന്നുറങ്ങും. പിന്നെ രാവിലെ ചെടി പാക്ക് ചെയ്യണം. ചെടി പാക്ക് ചെയ്താൽ സമാധാനമുണ്ട്. 12 മണിക്ക് മുമ്പ് നമുക്ക് അയക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അയക്കും. അങ്ങനെയാണ് നമ്മൾ നാളത്തെ ദിവസം കേട്ടോ. നാളെ എനിക്ക് കുറച്ച് ഷോർട്ട് വീഡിയോ റീൽസ് ഒക്കെ എടുക്കാനാണ് പ്ലാന്. അപ്പം സമാധാനമായിട്ട് ഇത് കൊടുത്തു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ചെയ്യാലോ. അങ്ങനെ അപ്പൊ ശരി, ഇനിയിപ്പം പറ്റിയ കാണാം, ഇല്ലെങ്കിൽ ഗുഡ് നൈറ്റ് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ഇനി സ്മോൾ മൈക്രോ ഫൈബർ വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ വന്നോ. അടുത്ത ആഴ്ച നമുക്ക് കുറച്ചും കൂടി വന്ന് കിട്ടും. ബിഗ് സ്റ്റിൽ പെൻഡിങ് ആണ് കേട്ടോ, വരത്തില്ല. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്ത് മേടിച്ചോളൂ. ഹണിയൊക്കെ ഉണ്ട്, പിന്നെ കാട്ടുതേനൊക്കെ ഉണ്ട്, നല്ലതാണ്. അതൊക്കെ മേടിച്ചോളൂ, ഉപയോഗിച്ചോളൂ. ഗീ ഒക്കെ ഉണ്ട്. ബാക്കി ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. ഫ്രോക്ക് നൈറ്റ് മേടിച്ചോ, ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പം അതൊക്കെ മേടിച്ചോളൂ കേട്ടോ. ഇത് ശരി, ടാറ്റാ, ഗുഡ് നൈറ്റ്. ചിലപ്പോൾ കാണാം കേട്ടോ. ബൈ ബൈ. ഇവര് 4 കൂടി മുകളിൽ കിടന്ന് ഭയങ്കര വർത്താനായിരുന്നു കേട്ടോ. എന്റെ പിന്നെ മൈക്ക് നല്ല നോയ്സ് റിഡക്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം നമ്മള് ഒന്നും കേൾക്കാതിരുന്നാണ് കേട്ടോ. ഇവര് ഓൾറെഡി എന്നോട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു, പുറത്ത് പോയി കഴിക്കുന്നു പറഞ്ഞു. അതിൽ ഒരുത്തൻ CA പാസ്സായി. അപ്പൊ അതിന്റെ സെലിബ്രേഷൻ അങ്ങനെയൊക്കെയാണ്, CA കാരനായി. അപ്പൊ അതിനപ്പോ ഇവര് പുറത്ത് പോയിട്ട് ഇന്ന് ഇവർ ഇവിടെയാണ് കിടക്കാൻ വേണ്ടി തിരിച്ചു വരും കേട്ടോ. അപ്പൊ ഇന്ന് രാത്രി, അതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ശിവരാത്രി ആയിരിക്കുന്നത്. ഇവരുടെ ഒച്ചപ്പാട്, ചിരി, അട്ടഹാസം, ബഹളവും കാരണം നമുക്കും ശരിക്കും ഉറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഒരു കുഴപ്പമില്ല. ഇവരിങ്ങനെ വന്ന് ഇടയ്ക്ക് കൂടുഞ്ഞാട്ടോ ഇവരെല്ലാരും കൂടി. ചിലപ്പോൾ അശ്വിനൊക്കെയും കൂടി അടുത്ത വീട്ടിലായിരിക്കും. കുളിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ റീൽസിന്റെ ബാക്കിയൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഭക്ഷണം. ചോറ് ഞാൻ കുറച്ച് കഴിക്കത്തുള്ളൂ കേട്ടോ, കറികൾ ഇച്ചിരി കൂടുതലെടുക്കും. ഇതാണ് ഞാൻ ആ റീൽ എടുത്ത്. അതിന്റെ വോയിസ് ഇവിടെ കൊടുക്കുന്നില്ല കേട്ടോ, സിനിമ പാട്ടാണ്, ചിലപ്പോൾ കോപ്പിറൈറ്റ് വരും. ഞാൻ എന്തായാലും ഇന്ന് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടേക്കാം, നിങ്ങൾ കയറി നോക്കിയുള്ളൂ കേട്ടോ. ഇതേത് റീലാണ് ഞാൻ എടുത്തേ എന്നൊക്കെ ഉള്ളത്. ഇനിയിപ്പോ ബാക്കി നാളത്തേന് നമുക്ക് കൊറിയർ വിടാനുള്ള സ്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ചു. അതിനുശേഷം അവര് 12 മണി കഴിഞ്ഞു കേട്ടോ വന്നപ്പം. അപ്പൊ പിന്നെ അവര് പിന്നെ മുകളിലേക്ക് പോയി. നമുക്ക് 2 ഗസ്റ്റ് റൂം ഉണ്ട്. അതുകൊണ്ട് അവരവിടെ ഭയങ്കര എന്താ പറയാ, ഇനിയിപ്പോ പാട്ടും ചിരിയും വർത്താനവും എല്ലാം ആയിട്ട് രാത്രി മൊത്തം. എന്നിട്ട് സമയം ഒരു 1 മണി 1:15 ആയപ്പോഴത്തേക്ക് മിലോ കൊച്ചു പോലും അടുത്തു കേട്ടോ. വാമ നമുക്ക് കിടന്നുറങ്ങാന്നും പറഞ്ഞു. അതുപോലും കിടന്നുറങ്ങി തുടങ്ങിട്ടോ. അപ്പൊ ശരി, ഇനിയിപ്പോ ഞാൻ ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങാൻ പോവാണ്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ ലൈക്ക്, ഷെയറും കമന്റും വേണട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും സന്തോഷത്തോടെ കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ടാറ്റാ, ഗുഡ് നൈറ്റ്. പ്രൊഡക്റ്റ് വേണ്ടവര് വാട്സപ്പിൽ എന്റെ നമ്പറിലേക്ക് ഒരു ഹായ് വിട്ടോളൂ കേട്ടോ.